السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا محمد الذي أدى الأمانة وكشف الله به الغمة وجاهد في الله حق جهاده حتى أتاه اليقين. فصل اللهم عليه وعلى آله وأصحابه وعترته ومن اهتدى بهديه واستنى بسنته إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهل أتاك حديث موسى إذ رأى نارا فقال لأهلهم كثوا إني آنست نارا لعلي آتيكم منها بقبس أو هدى. ما أتاها نودي يا موسى إني أنا ربك فاخلع عليك إنك بالواد المقدس طوى وأنا اخترتك فاستمع لما يوحى إنني أنا الله لا إله إلا أنا فاعبدني وأقم الصلاة لذكري إن الساعة آتية أكاد أخفيها لتجزى كل نفس بما تسعى فلا يصدنك عنها من لا يؤمن بها واتبع هواه فتردى. وما تلك بيمينك يا موسى قال هي عصاي أتوكأ عليها وأهش بها على غنمي ولي فيها مآرب أخرى. قال ألقها يا موسى فألقاها فإذا هي حية تسعى. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ റുഅയത്തും അല്ലാഹുവിൻ്റെ ലിഖാഉം പടച്ച തമ്പുരാനെ നേരിട്ട് കണ്ട് കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ തിരുസാമീപ്യം ലഭിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സയ്യിദുന കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാം നേരിട്ട് കേട്ട് അനുഭവിച്ച ആ ഭാഗം വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുകയാണിവിടെ സൂറത്തു ത്വാഹയിൽ. അതിൻ്റെ ഏകദേശ ആശയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായി. ഇനി അതിൻ്റെ നമുക്ക് മനസ്സിലാക്കേണ്ട ചില വിശദീകരണങ്ങൾ അതേ ആയത്തുകൾ തന്നെ നമ്മൾ ഒന്നുകൂടെ പഠിക്കുകയാണ്. വഹൽ അതാക ഹദീഥു മൂസ.
മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ഹദീസ്, നബിയെ അങ്ങേക്ക് വന്നിട്ടില്ലയോ, അങ്ങേക്ക് വന്നില്ലയോ? വിജ്ഞാനം, അറിവ് ലഭിക്കാൻ വ്യത്യസ്ത മാർഗങ്ങളുണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ഒന്ന്, ഇന്നമൽ ഇൽമു ബിത്തഅല്ലും, നമ്മൾ വായിച്ചും പഠിച്ചും ഗഹനം ചെയ്തും നിരീക്ഷിച്ചും പഠിക്കാറുണ്ട്. എല്ലാം ക്ലാസ് റൂമിൽ നിന്ന് കിട്ടുന്ന അറിവുകളല്ല, ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന, അനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവുകളുണ്ട്, പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവുണ്ട്, കേട്ടുകേൾവിയുള്ള അറിവുകളുണ്ട്. ചില ആളുകളുടേത് ജീവിതത്തിൻ്റെ നേർ അനുഭവങ്ങളാണ്. ഇതൊക്കെ ഇൽമാണെങ്കിലും ഇൽമുകളിൽ മനുഷ്യന് റിലൈ ചെയ്യാൻ പറ്റുന്ന ഇൽമ് ഏതാണ്? നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന, ഇതൊരിക്കലും തെറ്റുകയില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ജ്ഞാനം ഏതാണ്? കാരണം ഓരോരുത്തരുടെയും വീക്ഷണം അവർ മനസ്സിലാക്കുന്നതായിരിക്കണം ശരിയെന്നില്ല. അങ്ങനെയാണല്ലോ. ഒരേ കാര്യം ഒരാൾ പറഞ്ഞാൽ അത് നാലാൾ കേൾക്കുന്നത് 4 രീതിയിലാണ് ഇതിനെ വ്യാഖ്യാനിക്കുക. നമ്മൾ കാണുന്നില്ല എത്രയോ അനുഭവങ്ങൾ. ഓരോരുത്തരുടെയും അറിവിൻ്റെയോ അവരുടെ പക്വതയുടെയോ ബുദ്ധി വളർച്ചയുടെയോ തോതനുസരിച്ച് കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്നിടത്ത് പിഴക്കുകയും പിഴക്കാതിരിക്കുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് മനുഷ്യൻ്റെ ഒബ്സർവേഷനിൽ കിട്ടുന്ന അറിവിൻ്റെ അപ്പുറം അള്ളാഹു നേരിട്ട് നൽകുന്ന ഒരു അറിവുണ്ട്, ഇൽഹാം അല്ലെങ്കിൽ വഹി. അത് സ്വപ്നദർശനത്തിലൂടെ കൊടുക്കുന്നുണ്ട് അല്ലാഹു തആല. ലദുന്നിയായ ഇൽമ് എന്ന് പറയുന്ന സയ്യിദന ഖിദർ നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ ഇൽമുണ്ട്. ആരിഫീങ്ങൾക്ക് അള്ളാഹു നൽകുന്ന മഅരിഫത്തിൻ്റെ ജ്ഞാനമുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മിമ്പറിൽ നിന്നുകൊണ്ട് പള്ളിയിലേക്ക് കയറി വന്ന ആളോട് പറഞ്ഞ വാക്കൊക്കെ അല്ലേ, നിങ്ങൾ അയദ്ഖുലു അലൈന അഹദുക്കും വഫി ഐനൈഹി അഥറു സിന, നമ്മുടെ സദസ്സിലേക്ക് ചില ആളുകൾ കയറി വന്നിരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ വ്യഭിചാരത്തിൻ്റെ അടയാളം ഞാൻ കാണുന്നു എന്ന് പറഞ്ഞാൽ ഹറാമായത് നോക്കിയിട്ട് പള്ളിയിലേക്ക് കയറി വന്നിട്ടുണ്ടല്ലോ എന്ന് ഉസ്മാൻ തങ്ങൾ മിമ്പറെന്ന് പറയുന്നത് ലദുന്നിയായ ഇൽമാണ്. കാരണം ഖുതുബ നടക്കുമ്പോൾ പള്ളിയിലേക്ക്, മദീനത്തെ പള്ളിയിലേക്ക് ഓടി വരുന്ന വഴിയിൽ ഏതോ ഒരു പെണ്ണ് മുമ്പിലൂടെ നടന്നു പോകുന്ന അങ്ങാടിയല്ലേ, അവിടെ ഒരു കാറ്റടിച്ചപ്പോൾ അവരുടെ കാലിലെ പാദസരം കണ്ടുപോയി. അപ്പോൾ അത് നോക്കിപ്പോയി ഒരു പുരുഷൻ എന്ന നിലയിൽ. സ്വാഭാവികമായും ഒരൽപ്പം ഏതാനും സെക്കൻഡുകൾ അത് നോക്കിയിരുന്നു പോയിരുന്നു. വരുന്ന സമയത്ത് ഇതെങ്ങനെ ഉസ്മാൻ തങ്ങൾ അറിയാൻ, ആര് വന്ന് പറഞ്ഞു കൊടുക്കാൻ? അപ്പോഴാണ് സുബ്ഹാനല്ലാഹ് അവഹ്യുൻ ബഅദ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചോദിച്ചു. ഇത് വല്ലാത്ത അത്ഭുതമാണല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായതിന് ശേഷം ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്ന് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാം വന്നു പോകുന്നുണ്ടോ? എങ്ങനെയാണ് അങ്ങാടിയിൽ ഞാൻ വരുമ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് സംഭവിച്ച തെറ്റ് മിമ്പറിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന മഹാനവറുകൾ ഞാൻ കയറി വന്നപ്പോൾ എങ്ങനെ പറഞ്ഞു എന്ന് സ്വഹാബി ചോദിച്ചു. ആ സ്വഹാബിയുടെ പേര് പ്രശസ്തമാണ്, പക്ഷെ ആലിമീങ്ങൾ പറയില്ല. അത് കിതാബിലൊക്കെ ഉണ്ട്. ഒരു തെറ്റ് സംഭവിച്ചു പോയ കോണ്ടക്സ്റ്റിലായതുകൊണ്ടാണ്, അറിയാതെ സംഭവിച്ചതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ എന്നവരുടെ തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയ ഭരണാധികാരി മഹാനവറുകൾ, യാ സാരിയ അൽ ജബൽ അൽ ജബൽ, സാരിയ നിങ്ങൾ ആ പർവ്വതം ശ്രദ്ധിക്കണം, ആ പർവ്വതം ശ്രദ്ധിക്കണം എന്ന് 3 തവണ ഖുതുബയിൽ പറഞ്ഞ സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഇതൊക്കെ ലദുന്നിയായ ഇൽമുകളാണ്. അള്ളാഹു നേരിട്ട് എറിഞ്ഞു കൊടുക്കുന്ന നൂറുൻ യഖ്ദിഫുഹു അല്ലാഹു ഫീ ഖൽബിൽ അബ്ദ്. വഹൽ അതാക ഹദീഥു മൂസ, ജനങ്ങൾക്കിടയിൽ വർത്തമാനമായി നടക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൽ ശരിയും തെറ്റും അടിസ്ഥാനമുള്ളതും ഇല്ലാത്തതും ആളുകൾ അങ്ങനെ പറഞ്ഞു നടക്കും.
മനുഷ്യന്മാർക്ക് അങ്ങനെയാണ്. ആരുടെ അടുത്താണോ വരുന്നത് അവർ ആ കാര്യം അവരുടെ ചെവിയിലേക്ക് കേൾക്കുമ്പോൾ അതെയോ അങ്ങനെയാണോ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ആ കേട്ടത് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ പലരും മറന്നുപോകും. ആ കേട്ട സംഭവത്തെ നിരൂപിക്കുന്നതിന് മുമ്പ് ആ കേട്ടത് അങ്ങനെ തന്നെയാണോ, ആ സംഭവം ഉള്ളതാണോ ഇല്ലാത്തതാണോ, കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണോ, ഫാബ്രിക്കേറ്റഡ് ആണോ, നുണയാണോ, റൂമറാണോ, ഇത് പരിശോധിക്കണം. ഹദീസുകൾക്ക് പല ആശയങ്ങൾ വരും. നമ്മൾ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഹദീസിനെ കുറിച്ചല്ല കേട്ടോ. അത് ഹദീസ് ഇസ്ലാമിൻ്റെ ഹദീസ് പഠനശാസ്ത്രത്തിലെ ഒരു ടെർമിനോളജിയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതും തങ്ങൾ ചെയ്തതും തങ്ങൾ അംഗീകരിച്ചതും അംഗീകാരം നൽകിയതുമായ കാര്യങ്ങൾക്ക് പറയുന്നതാണ് ഹദീസ്. അല്ലാതെ ഹദീസ് എന്ന് വെറുതെ പറയുമ്പോൾ വെറും വർത്തമാനത്തിന് ഹദീസ് എന്ന് പറയും. വഹൽ അതാക ഹദീസു മൂസ. കാരണം ചരിത്രങ്ങൾ ജനങ്ങൾ ചെവിയിൽ നിന്ന് ചെവിയിലേക്ക് കൈമാറിപ്പോരുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അടുത്ത് ഒരു ചിറകുള്ള കുതിരയെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ടോയ് കണ്ടു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ റൂമിൽ ഒരു മരത്തിൻ്റെ കുതിരയാണ്. ആ കുതിരയ്ക്ക് 2 ചിറകുണ്ട്. അപ്പോൾ ഫറസുൻ ലഹു ജനാഹാൻ, ഇതെന്താ ആയിഷ 2 ചിറകുള്ള കുതിരയോ എന്ന് ചോദിച്ചു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മഹദി പറഞ്ഞു, അമാ സമിഅത്, നിങ്ങൾ കേട്ടിട്ടില്ലേ, അന്നലി സുലൈമാൻ അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കാന ലഹു ഫറസുൻ ലഹു ജനാഹാൻ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ചിറകുള്ള 2 കുതിര ഉണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടില്ലേ നബി എന്ന് ചോദിച്ചു തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അങ്ങനെ സംഭവമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തങ്ങൾ കേൾക്കൂലേ, തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? തങ്ങൾ പഠിപ്പിച്ചു കൊടുത്താലേ. ഇത് ഹദീസായി വർത്തമാനങ്ങളായി. വഹൽ അതാക ഹദീസു മൂസ എന്ന് പറഞ്ഞ പോലെ വഹൽ അതാക ഹദീസു സുലൈമാൻ, സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ കഥ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞു പോരുന്ന ഒരു കഥയായിരുന്നു അത്. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്നാ ചില ഹദീസ്. അൽഖമ റളിയല്ലാഹു അൻഹുവിൻ്റെ കഥ അങ്ങനെ പോയപ്പോൾ കഴിഞ്ഞ വേദനയിലൂടെ എവിടെയാണ് പറഞ്ഞത്? നാട്ടിലെ പറഞ്ഞത് പള്ളിയിൽ നമ്മൾ മുത്താലിമ്യങ്ങൾ വേദ പറഞ്ഞ് പഠിക്കാനൊക്കെ വരുന്ന കുട്ടികളടക്കം നമ്മൾ മദ്രസയിലെ കുട്ടികളൊക്കെ അടക്കം ഉമ്മാനനുസരിച്ചില്ല, കല്യാണം കഴിച്ചപ്പോൾ ഭാര്യനെ സ്നേഹിച്ചു, ഉമ്മാനെ മൈൻഡ് ചെയ്യാണ്ടായി, അങ്ങനെ മരിക്കാൻ നേരത്ത് കലിമ ചൊല്ലാൻ പറ്റിയില്ല. കേട്ടിട്ടില്ലേ? അസ്തഗ്ഫിറുല്ലാഹ്. അങ്ങനെ സംഭവമില്ല എന്നാണ്. അങ്ങനെ ഒരു അലക്കബദ്ധങ്ങളുമില്ല. അങ്ങനെ ഒരു ചൊല്ലാൻ പറ്റാതായിട്ട് നബി തങ്ങൾ വിറക് കൊണ്ടുവരും, ഞാൻ കത്തിച്ച് കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മ പറഞ്ഞു ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കാം. നല്ല ആശയമാണ്. പക്ഷെ കഥല്ല, ഞാൻ എന്ത് ചെയ്യും? അത് കെട്ടുകഥയാണ്. ആധികാരികമായ ഒരു പ്രമാണത്തിലും ആ സംഭവം ഇല്ല. അങ്ങനെ സംഭവമില്ല. ആരോ ചില കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കും. ഹദീസുകൾ ഇങ്ങനെ പലതും വരും. ഈ വർത്തമാനം എന്ന അർത്ഥത്തിലുള്ള ഹദീസ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പറയും ഈ ക്ലിപ്പ് ഉണ്ടാക്കണമെന്ന് കിട്ടിയത് മുമ്പും ബാക്കും കേൾക്കൂലല്ലോ. ഭയങ്കര ഫിത്തനയാണല്ലേ. എന്തായി കാലത്ത് ചെയ്യുക, വല്ലാത്ത കാലാണ്. വഹൽ അതാക ഹദീസു മൂസ. അപ്പം അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങളൊക്കെ തലമുറകളിലേക്ക് ഇങ്ങനെ വാമൊഴിയായി കൈമാറ്റം ചെയ്തു പോരുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നത്. അതൊക്കെ ഹദീസുകളാണ്, വർത്തമാനങ്ങൾ എന്ന അർത്ഥത്തിൽ പറയുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസായി പറഞ്ഞു തന്ന എത്രയോ അംബിയാഇൻ്റെ ചരിത്രങ്ങൾ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ഇതടക്കം തന്നെ വേറെയുമുണ്ട്. വഹൽ അതാക ഹദീസു മൂസ. അപ്പോൾ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. പുണ്യ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു എങ്ങനെയാണ് ആനയുടെ ആളുകളെ, അസ്ഹാബുൽ ഫീലിനെ അള്ളാഹു എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് അങ്ങ് കണ്ടില്ലയോ? തങ്ങൾ കാണണമെങ്കിൽ തങ്ങളന്ന് പക്വതയുള്ള കുട്ടിയായിരിക്കണ്ടേ? തങ്ങൾ ജനിച്ചിട്ടല്ലേ ഉള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ തങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ തങ്ങൾ കേട്ടിട്ടുണ്ട് ആ സംഭവം. ആ കേട്ട സംഭവം യാഥാർത്ഥ്യമാണ് എന്ന് നബി തങ്ങളെ ബോധിപ്പിക്കാൻ അത് വഹയായി അള്ളാഹു അവതരിപ്പിക്കുകയാണ്. അള്ളാഹു നൽകുന്ന വഹിയാണ് അറിവുകളിൽ, പ്രമാണങ്ങളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ അതാണ് ആധികാരികമായ അറിവ്. ആധികാരികമായ അറിവ് അതാണ്. ഇസ്ലാമിൻ്റെ ഇൽമുകളൊക്കെ വഹിയാണ്. ഇപ്പോൾ ലോകത്ത് മതം വേണോ മതം വേണ്ടേ അങ്ങനെയൊക്കെയാണ് നാട്ടിൽ ചർച്ചകൾ, സംവാദങ്ങളൊക്കെ ഉണ്ടാവുക അല്ലേ? ഷുഐബുൽ ഹൈത്തമി ഉസ്താദിനോടൊക്കെ സംസാരിച്ച് വിഷയങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്.
അപ്പോൾ മതം വേണോ മതം വേണ്ടേ എന്നൊക്കെ ചോദിച്ചാൽ അതൊരു ജനറൽ ചോദ്യമാണ്. അത് വേണമെന്നും വേണ്ടെന്നും ആർക്കും അഭിപ്രായം പറയാം. പക്ഷേ മനുഷ്യനിർമ്മിതമല്ല, ഈ പ്രപഞ്ചത്തിന് ഒരു സ്രഷ്ടാവുണ്ടെന്നും ആ സ്രഷ്ടാവിങ്കൽ നിന്ന് ആയതാവാൻ 100% സാധ്യതയുള്ള ഒരു നിയമാവലി, ഒരു മതമുണ്ടെങ്കിൽ അത് അംഗീകരിക്കൽ നിർബന്ധമാണ്. അങ്ങനെ പറയാൻ കഴിയുള്ളൂ. എന്നല്ലാതെ മതങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തെല്ലാം മതങ്ങളുണ്ട്, മനുഷ്യനുണ്ടാക്കുന്ന എന്തെല്ലാം മതങ്ങളുണ്ട്. മതങ്ങളില്ലാണ്ട് ജീവിച്ചൂടെ എന്ന് ചോദിച്ചാൽ പറ്റും. പക്ഷേ ദൈവികമെന്ന് വളരെ കൃത്യമായും ബോധ്യപ്പെടുന്ന ഒരു മതമുണ്ടെങ്കിൽ ആ മതം അംഗീകരിക്കൽ നിർബന്ധമാണ്. ഇസ്ലാം അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ബാക്കി മതം അതിൻ്റെ ആചാര്യന്മാർ പറഞ്ഞോട്ടെ, അവരുടെ മതങ്ങൾ ദൈവികമാണോ അല്ലെ അവർ തെളിച്ചോട്ടെ. ഇസ്ലാം അങ്ങനെയാണെന്ന് പറയാൻ നമുക്ക് കഴിയും. ഖുർആൻ അങ്ങനെയാണെന്ന് തെളിയിക്കാൻ മുസ്ലിം പണ്ഡിതന്മാരെ കൊണ്ട് കഴിയും. അങ്ങനെ നമുക്ക് പറ്റൂ. കാരണം ദൈവികമായ ഒരു അറിവിനെ മാത്രമേ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തൊക്കെ തെറ്റിപ്പോകും. മനുഷ്യൻ്റെ ഇപ്പോൾ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഇന്നലെ കണ്ടുപിടിച്ചതല്ല ഇന്ന് പറയാം. അപ്പോൾ ഇന്നലെ വരെ വലിയ പ്രമാണമായി കൊണ്ടുവച്ച സംഗതി നാളെ അത് പ്രമാണമല്ലാണ്ടായി മാറുന്നുണ്ട്. സയൻസ് എന്ന് പറഞ്ഞാൽ പഠനം എന്നേ അർത്ഥമുള്ളൂ, ഇതിന് പഠിക്കാന്നേ അർത്ഥമുള്ളൂ. കൊറോണ എവിടെ നിന്ന് ഉണ്ടായതാണ്, അപ്പോൾ ഇങ്ങനെ പഠിച്ചു നോക്കിയിട്ട് ആരോ പറഞ്ഞു അവിടുന്ന് മറ്റേ മീറ്റ് മാർക്കറ്റിൽ നിന്ന് പോകുന്നതാണെന്ന്. പിന്നെ മനസ്സിലാവുന്നു അല്ല, വേറൊന്നും ഉണ്ടായതാണ്. പിന്നെ മനസ്സിലായത് അതല്ല, അത് പിന്നെ അതിൻ്റെ ഒറിജിൻ വേറെ രീതിയിലാണ്. ഈ പഠനങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഭൂമി തന്നെ കെപ്ലറുടെ ഒക്കെ കാലഘട്ടത്തിൽ, മെഡീവൽ കാലഘട്ടങ്ങളിൽ ആകാശത്ത് ഫിറ്റ് ചെയ്ത ഇതുപോലെ തന്നെ ബൾബുകളാണ് നക്ഷത്രങ്ങൾ എന്ന് വിശ്വസിച്ചിട്ടുണ്ട് സയൻസ്. ഭൂമി കറങ്ങാതിരിക്കുകയാണ്, കറങ്ങുന്നത് സൂര്യനാണ് എന്ന് വിശ്വസിച്ച് പോന്നിട്ടുണ്ട് സയൻറ്റിസ്റ്റുകൾ. അപ്പോൾ അന്ന് വലിയ പ്രമാണമാണത്. പക്ഷേ 2 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് തെറ്റായിരുന്നു എന്ന്. ഭൂമി ഉരുണ്ടതാണെന്നും ഭൂമി കറങ്ങുന്നുണ്ടെന്നും ആകാശത്ത് കാണുന്ന ഈ നക്ഷത്രങ്ങൾ സ്റ്റേബിൾ അല്ലെന്നും അത് പിന്നെ ഓൾവേസ് സ്റ്റേഷനറി, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പിന്നീട് കണ്ടെത്തുമ്പോൾ സാജിദിന് സ്റ്റേഷനറി എന്ന് പറഞ്ഞപ്പോൾ സ്റ്റേഷനറി കട ഓർമ്മ വന്നല്ലേ സാജി? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ അനങ്ങുന്ന മൂവ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ. പ്രപഞ്ചത്തിലെ സാധനങ്ങളൊക്കെ അനങ്ങുന്നതാണ് എന്ന് ബോധ്യപ്പെടുന്നത് മനുഷ്യൻ്റെ പഠനമാണ്. അപ്പോൾ ആദ്യത്തെ പഠനം തെറ്റാവും, അടുത്തത് ശരിയാവും. ചിലപ്പോൾ ശരിയാണെന്ന് വിശ്വസിക്കുമ്പോൾ പിന്നെ മനസ്സിലാവും അതും ശരിയായിരുന്നില്ല എന്ന്. വേറെ വരുന്നതാ ശരിയെന്ന് ബോധ്യപ്പെടും. അതുകൊണ്ട് ദൈവികമാണെന്ന് ബോധ്യപ്പെടുന്ന വഹിയെ, അത്തരം ഒരു മതം, അങ്ങനത്തെ ഒരു നിയമാവലി ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ മതം അംഗീകരിച്ചേ പറ്റൂ മനുഷ്യന് എന്നേ നമുക്ക് വാദിക്കാൻ പറ്റുള്ളൂ. എന്നല്ലാതെ മതങ്ങൾ ഉണ്ടായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഇസ്ലാം ദൈവികമായ മതമാണ്, അത് മുസ്ലിമുകൾ തെളിയിക്കാൻ പറ്റും. ബാക്കി മതവിശ്വാസികൾ അവരുടേത് പറഞ്ഞോട്ടെ, നമുക്ക് നമ്മളത് പറഞ്ഞാൽ പോരെ. വഹൽ അതാക ഹദീഥു മൂസ. അതുകൊണ്ട് അറിവുകളിൽ ഏറ്റവും വലിയ അറിവ് അള്ളാഹു നൽകുന്ന അറിവാണ്. മൂസ നബിയെ നിങ്ങൾ ഒരുപാട് ചരിത്രം കേട്ടിട്ടുണ്ടായി. പുണ്യനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസ നബി അലൈഹിസ്സലാമിൻ്റെയും അംബിയാഇൻ്റെയും ചരിത്രങ്ങൾ ഇങ്ങനെ വാമൊഴിയായി ജനങ്ങളുടെ വാക്കുകളിലൂടെ ചെവികളിൽ നിന്ന് ചെവികളിലേക്ക് ഇങ്ങനെ കൈമാറിപ്പോകുന്ന പല ഹദീഥുകളും ഉണ്ടാകും. അതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൽ എന്തെങ്കിലും മൂസ നബിയെക്കുറിച്ചുള്ള കൗതുകമുണർത്തുന്ന വല്ല അറിവുകളും അങ്ങ് കേട്ടിട്ടുണ്ടോ? അസ്ഹാബുൽ ഫീലിൻ്റെ കഥ പറഞ്ഞെടുത്ത് നമുക്ക് വളരെ ശ്രദ്ധേയമായൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, അലം തറ, അങ്ങ് കണ്ടില്ലയോ എന്നാണ് നബി തങ്ങൾ ചോദിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പറഞ്ഞു തരുന്നത് അങ്ങ് കണ്ടില്ലെങ്കിലും അത് കണ്ട സ്ഥാനത്താണെന്നാണ്. അതുകൊണ്ടാണ് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആനകളുമായി വന്ന സൈന്യത്തെ അള്ളാഹു എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് അങ്ങ് കണ്ടിട്ടില്ലയോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞു തരാം, ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം, അതങ്ങ് കണ്ടതിന് തുല്യമാണ്. അപ്പോൾ ഒരു വാമൊഴിയായി കടന്നു വന്ന സംഭവത്തെ സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു ഇൽമായി അള്ളാഹു മാറ്റുകയാണ് വഹി നൽകുന്നതോടുകൂടെ. അപ്പോൾ ഇനി പറയുന്ന സംഭവം ഹദീസ് ആയി ജനങ്ങളിൽ നിന്ന് കൈമാറിപ്പോന്നതാണെങ്കിലും അതിൽ പ്രാമാണികമായ അതിനടിസ്ഥാനമുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്. ഇദ്റആ നാറ എന്ന് പറയുന്ന ആയത്ത് മുതൽ താഴോട്ട് മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുമായി നടത്തിയ ആ ഒരു കോൺവെർസേഷൻ, ആ ഒരു സംഭാഷണത്തിൻ്റെ ഭാഗം.
വഹൽ അതാക ഹദീഥു മൂസ കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. അങ്ങനെ ഹദീസുണ്ട്. മോമിനി ഇന്നും നമുക്കൊരു ഹദീസ് പഠിക്കാനല്ലേ? ഉണ്ട് അല്ലേ? അവസാനം പറയാം അല്ലേ? കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഈ ഹദീസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ ഒറിജിൻ ഈ ഹദീസിലുണ്ട്. കഫാ ബിൽ മർഇ ഇസ്മൻ, ഒരു മനുഷ്യന് ധാരാളം തെറ്റുകൾ അയാളെപ്പറ്റി രേഖപ്പെടുത്താൻ മതി. എന്തു മതി? അൻ യുഹദ്ദിസ, ഹദ്ദസ യുഹദ്ദിസു ഹദീസൻ എന്ന് പറഞ്ഞാൽ വർത്തമാനം പറയാൻ. അൻ യുഹദ്ദിസ, ഒരു മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തു പറയാ? ബിക്കുല്ലി മാ സമിഅ, ചെവിയിൽ കേൾക്കുന്നത് മുഴുവൻ പറയാ. ഞാനങ്ങനെ കേട്ടു, ഈ കേട്ടോ? ഇല്ല. എന്നാ അങ്ങനെ ഉണ്ടോലോ? എവിടെന്ന്? അതവിടെ പറയുന്നുണ്ട്. ആര്? ഞാൻ ഇസ്ലാം സെൻറ്ററിൽ പോയപ്പോൾ അവിടെ പറയുന്നുണ്ട്. ആര് പറഞ്ഞു? അവിടെ ഏതോ 2 ചെക്കന്മാർ. ഒരു അറിയോ? എനിക്കറിയൊന്നുമില്ല. അപ്പം താഴോട്ട് പോയ അടിസ്ഥാനമൊന്നും ഉണ്ടാവില്ല. പക്ഷേ കേട്ടത് മുഴുവൻ ഒരു മനുഷ്യൻ നരേറ്റ് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക, ഉദ്ധരിക്കുക, ഫോർവേഡ് ചെയ്യുക എന്ന് പറയാൻ നിന്നാൽ ഒരു മനുഷ്യന് വേണ്ടുവോളം തെറ്റ് കിട്ടാൻ അതുതന്നെ മതി എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ യുഹദ്ദിസ എന്ന് പറഞ്ഞാൽ ഹദീസ് പഠിപ്പിക്കുക എന്നോ പറഞ്ഞു കൊടുക്കുക എന്നല്ല, വർത്താനം പറയാന്നർത്ഥം. കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേട്ടത് മുഴുവൻ പറയാൻ നിൽക്കേണ്ടെന്ന്. നമ്മൾ കേൾക്കുന്നതിൽ ചവറും ഉണ്ടാവും, നല്ലതുണ്ടാവും, നല്ലതല്ലാത്തതൊക്കെ ഉണ്ടാവും. അടിസ്ഥാനമുള്ളത്, സത്യസന്ധമായത്, നല്ല കാര്യങ്ങൾ, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇൽമ്, അത് പറഞ്ഞു കൊടുക്കണം. അതെന്ത് ചെയ്യരുത്? പറയാതിരിക്കരുത്. അല്ലാത്തത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ധാരാളം തെറ്റുകൾ അതിൻ്റെ പിന്നാലെ മലക്കുകൾ എഴുതി വെക്കും. ആ ന്യൂസ് നമ്മൾ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അയാൾ ആർക്ക് ഫോർവേഡ് ചെയ്യുന്നു, അയാൾ ആരോടൊക്കെ അത് ചർച്ച ചെയ്യുന്നു, ഏതൊക്കെ സഭയിൽ പോയിട്ട് കൗതുകത്തോടത് അവിടെ പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ പറയുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകളുടെയൊക്കെ കുറ്റം ഇതാദ്യമായി ന്യൂസ് വിട്ട നിങ്ങൾക്കുണ്ടാവും എന്നാണ് പറഞ്ഞതിനർത്ഥം. കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഉമ്മത്തൊരു ക്വാളിറ്റി ഉമ്മത്താവണം എന്നാണ്. നല്ല വാല്യുബിളായിട്ടുള്ള കാര്യമേ നമ്മൾ സംസാരിക്കാവൂ. ഭാര്യ ഭർത്തൃ ബന്ധം, കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വാക്കാണ്. ഖബിൽതു മിൻക നിക്കാഹഹ, കഴിഞ്ഞു. ഒരു വാക്കാണ്, പുരുഷൻ പറയുന്ന ഒരു വാക്കാണ് ഒരു സ്ത്രീയെ അയാളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി ആ സ്ത്രീ ഇയാളുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു പോകുന്നതും നാവ് കൊണ്ട് പറയുന്നൊരു വളരെ ചെറിയ വാക്കാണ്. അന തൊല്ലക്ക് തുക്കി, കഴിഞ്ഞു. അതോടുകൂടെ തീർന്നു. അത് ഒരു വാക്കാണ്. മനുഷ്യൻ്റെ വാക്കുകൾക്ക് ഇത്ര വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ട് എല്ലാം വിളിച്ചു പറയരുത്. എല്ലാ ഹദീസ് എന്ന് പറയുന്ന വെറും വർത്തമാനങ്ങൾ എന്ന അർത്ഥത്തിലുള്ള ഹദീസ് പറയാനുള്ളതല്ല. വഹൽ അതാക ഹദീസു മൂസ, സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള വിവരങ്ങൾ നബിയെ അങ്ങേക്ക് വന്നെത്തിയോ? ഇല്ലെങ്കിൽ ഞാനിതാ പറഞ്ഞു തരാം. ഇനി ഞാൻ നൽകുന്നത് അങ്ങേക്ക് നൽകുന്ന വഹയാണ്. ഇദ് റആ നാറൻ ഫഖാല ലിഅഹ്ലിഹിം കുസൂ ഇന്നി ആനസ്തു നാറാ. ഇദ് റആ നാറാ, മൂസ നബി അലൈഹിസ്സലാം ഇൻതൊലഖ യസീർ, മഹാനവറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നടത്തത്തിനിടയിൽ അവർ കണ്ടു നാറൻ തഫൂറു മിൻ വറഖി ഷജറത്തിൻ ഖളറാ ശദീദത്തിൽ ഖുളറ, നല്ല പച്ചപ്പുള്ള ഉലൈഖ് എന്നാണ് ആ മരത്തിൻ്റെ പേരെന്ന് അറബിയിൽ പറയാം. ഉലൈഖ്. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ സംസാരം കേട്ട ഒരു മരമുണ്ടല്ലോ, ഒരു കള്ളിച്ചെടി, ഉലൈഖ് എന്നാണ് പറയാം. ഉലൈഖ്. മോമിനി, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ ഒരു ഫോട്ടോ ഷെയർ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ? ഓക്കെ, ഉണ്ടെങ്കിൽ ആൾക്കാർക്കൊന്ന് കാണാനേ. ഒന്നുമില്ല, ദ ബേണിംഗ് ബുഷ് എന്ന് അടിച്ചാൽ മതി, കിട്ടും. ബേണിംഗ് ബുഷ് ഇൻ ദ സെയിൻറ്റ് കാത്തറിൻ ചർച്ച്. അപ്പോൾ ഉലൈഖ് എന്ന് പറയുന്ന ആ മരത്തിൽ നിന്നാണ് സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം നാറൻ, ഒരു തീ കാണുന്നത്. പച്ചപ്പും തീയും ചേർന്ന് നിൽക്കുന്ന സംഗതിയല്ല. പച്ചവിറക് കത്തൂല്ലെന്നും അത് പുകയുന്ന കൊള്ളിയെടുത്ത് പുറത്തേക്കിടലാണ് നാട്ടിലെ വാക്കുകൾ തന്നെ അങ്ങനെയല്ല. പുകയുന്ന കൊള്ളി പുറത്ത്, ഈ പുകയുന്ന എന്തുകൊണ്ടാണ്? പച്ചയായതുകൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന വലിയൊരു ഹിക്മത്തിനെ സംബന്ധിച്ച്
അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു യാസീനിൽ പറഞ്ഞ അവസാന ഭാഗം മിനശ്ശജരിൽ അഖ്ദരി നാറാ ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പച്ചമരത്തിൽ നിന്ന് നിങ്ങൾക്ക് തീയുണ്ടാക്കി തന്നവനാണ് എന്ന് പറഞ്ഞാൽ വിപരീതങ്ങളെ യോജിപ്പിച്ചു വെക്കാൻ അള്ളാഹുവിന് കഴിയും സുബ്ഹാനഹു വ തആല. സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തീയിലേക്കെറിയപ്പെട്ടപ്പോൾ മഹാനവറുകൾക്ക് വേണ്ടി ആ തീയിനെ അള്ളാഹു കൂനി ബർദൻ വസലാമൻ, തീയെ നീ തണുപ്പായി മാറുക. തീയിനെ തണുപ്പിക്കുക എന്ന് പറഞ്ഞ സംഗതി മനുഷ്യൻ്റെ ലോജിക്ക് വെച്ച് നോക്കിയാൽ ഒരു നിലക്കും സംഭവിക്കാത്തൊരു കാര്യമാണ്. തീയെന്നെടുത്തിട്ടും ഇബ്രാഹിം നബിയെ തണുത്തൊരു സ്ഥലത്തേക്ക് ഉണ്ടാക്കി കൊടുത്തു, അത് വേറെ വിഷയം. ആ തീയിനെ തണുപ്പിക്കുകയാണ് അല്ലാഹു തആല ചെയ്യുന്നത്. യാ നാറു കൂനി യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇതാണത്, ഈ ചെടി. ഇത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതാണ് ഇപ്പോഴും കാണുന്ന ഭാഗം. ആ ചെടി നേരിട്ട് കണ്ടില്ലെങ്കിലും ഫോട്ടോ കാണാമല്ലോ. ഉലൈഖ് എന്ന് പറയുന്ന ഒരു ചെടിയിൽ നിന്ന്, നല്ല പച്ചപ്പുള്ള ചെടിയാണ്, ആ ഒരു വൃക്ഷത്തിൽ നിന്ന് മൂസ നബി അലൈഹിസ്സലാം തീ കാണുന്നു. അപ്പോഴേക്കും മൂസ നബി അലൈഹിസ്സലാമിനെ സെൻസ് ചെയ്യുന്നുണ്ട് ഇവിടെ സംതിങ് സ്പെഷ്യൽ ഈസ് ഹാപ്പനിങ്. കാരണം ഇത് അപരിചിതമായൊരു സംഭവമാണ്. പച്ചവൃക്ഷം കത്തേ, ഉണങ്ങിയ മരങ്ങൾ കത്തും, കാട്ടുതീ പിടിക്കാറുണ്ട്. പക്ഷേ ഈ പച്ചമരത്തിൽ നിന്ന് ഇത് തീയല്ല, അടുത്ത് വന്ന് നോക്കുമ്പോൾ അത്ഭുതകരമായി വെട്ടിത്തിളങ്ങി പ്രകാശിക്കുന്ന വളരെ ഒരു ബ്രൈറ്റ് ലൈറ്റാണ് കാണുന്നത്. നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം ഇദ്റഅ നാറ. നാർ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ, അല്ലാഹുവിൻ്റെ ദാത്തിനെ റബ്ബ് തആല മറച്ചു വെച്ചിരിക്കുന്ന അല്ലാഹുവിൻ്റെ കോടാനുകോടി റബ്ബ് തആലയുടെ മറയുണ്ടെന്നാണ്. സിത്തറുകളുണ്ട്. ആ സിത്തറിൽ ചില സിത്തറുകൾ നാറാണ്, ചിലത് നൂറാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സിത്തറായൊരു നൂറാണ് അവിടെ കണ്ടത്. അതിനെ സംബന്ധിച്ചാണ് നാറ് എന്ന് പറയാൻ കാരണം. മൂസ നബി അലൈഹിസ്സലാം തണുത്ത ഒരു സമയത്താണ് ഈ യാത്ര നടത്തുന്നത്. അതിശൈത്യമുള്ള മരുഭൂമിയുടെ നടുവിൽ, സീനാ മരുഭൂമി എന്ന് പറയുന്ന, പ്രത്യേകിച്ച് ഈ സംഭവം നടക്കുന്ന സ്ഥലം അവിടെ പോയി കണ്ട ആളുകൾക്കൊക്കെ അറിയാം. ഒരുപാട് മലകൾ നിറഞ്ഞു കിടക്കുന്ന പ്രദേശമാണ്. മക്കത്തൊക്കെ ചെന്ന പോലെയാണ്. അതിലേറെ വലിയ ഹൈറ്റുള്ള മലകളാണ് സീനായിലുള്ളത്. ആ ഒരു മലകൾക്കിടയിൽ തണുത്ത ഒരു രാത്രിയിൽ യാത്ര ചെയ്യുന്നൊരു യാത്രികനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. എപ്പോഴെങ്കിലും ഒരു തീ കിട്ടുമോ എന്ന് കാത്തിരുന്ന് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നൊരു സംഭവമാണത്. ഒന്ന് ചൂട് കായണം. ഇപ്പോൾ കാണുന്നതൊക്കെ തീയ, ഒന്നിനെ തന്നെ നനച്ചിരുന്നാൽ കാണുന്നതൊക്കെ അത് തന്നെ തോന്നുന്നു പറഞ്ഞ പോലെ സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം ആഗ്രഹിച്ചത് തീ കിട്ടണമെന്നാണ്. അതുകൊണ്ട് ദൂരെ നിന്ന് കാണുമ്പോഴും ഇന്നി ആനസ്തു നാറ, അല്ല, വെളിച്ചമുണ്ടാവണമെങ്കിൽ അവിടെ തീ വേണമെന്ന് മനുഷ്യൻ്റെ ലോജിക്ക് അങ്ങനെയാണ് സംസാരിക്കുക. ഒരു പുക കണ്ടാൽ അവിടെ തീയുണ്ട് എന്ന് മനസ്സിലാവുന്ന പോലെ അല്ലേ? അല്ലാഹു റബ്ബ് തആലയെ നമ്മൾ കാണുന്നില്ല, കാണേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? പുക കണ്ടാൽ അവിടെ തീയുണ്ടെന്ന് മനസ്സിലാകുന്ന പോലെ സൃഷ്ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ, ഞാനടക്കം നിങ്ങളടക്കം നമ്മുടെ ഈ പ്രപഞ്ചം, ഇത് കണ്ടാൽ അതിനൊരു ഖാലിഖുണ്ടെന്ന് ഉറപ്പല്ലേ? ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുള്ളവർക്കല്ലേ അള്ളാഹു നിസ്കാരം നോമ്പൊക്കെ നിർബന്ധമാക്കിയിട്ടുള്ളൂ. അത് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലെങ്കിൽ പിന്നെ ബുദ്ധിയില്ലാത്തവർക്ക് എന്ത് നിർബന്ധം? ഇത് മനസ്സിലാക്കാതെ വളരെ ചെറിയ ലോജിക്കല്ലേ ഇത്? അതുകൊണ്ട് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം ലോജിക്ക് കൊണ്ട് പറയാൻ തുടങ്ങുകയാണ്, ഞാൻ തീയാണ് കാണുന്നത്. കാരണം വെളിച്ചം വെറുതെ ഒരു രാത്രിയിൽ ഒരു വെളിച്ചം മാത്രം ഉണ്ടാവില്ലല്ലോ, തീയിൽ നിന്നല്ലേ വെളിച്ചമുണ്ടാകുന്നത്. ഇന്നി ആനസ്തു നാറ, ഞാൻ ആ കാണുന്ന തീ എനിക്ക് ഒരു മനപ്പൊരുത്തം തോന്നുന്നു, മനസ്സമാധാനം തോന്നുന്നു. അവിടെ ചെന്നാൽ നമുക്ക് വഴി കാണിച്ചു തരാൻ അവിടെ ആൾ കാണും, അവിടെ തീ കായുന്ന യാത്രക്കാരുണ്ടാകും. യാത്രക്കാരുണ്ടെങ്കിൽ അവരുടെ കൂടെ എന്തെങ്കിലും ഭക്ഷണം കാണും. അപ്പോൾ അവർക്ക് നമുക്ക് ചില വളരെ ഇമ്പോർട്ടൻ്റായ ഇൻഫർമേഷൻ നമ്മുടെ യാത്രയിൽ ആവശ്യമുള്ളത് അവർ പറഞ്ഞു തരും. അങ്ങനെയല്ലേ നമ്മളൊക്കെ ഒരു വിജനമായ യാത്ര പോകും, ദൂരത്തേക്ക് പോകുമ്പോഴേ എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ അവിടെ റോഡ് സൈഡിൽ വല്ല തട്ടുകട അതോ ഇതൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ എവിടെയാണ് പോകുന്നത്? ഞങ്ങൾ ഇവിടെ കുളു മണാലി പോവാം. ഓ, എന്നാൽ പിന്നെ അവിടെ റോഡ്, അവിടെ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിട്ടുണ്ട്, റോഡ് പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ, റൂട്ട് മാറ്റി വിട്ടിട്ടുണ്ടേ, ശ്രദ്ധിക്കണേ. അപ്പോൾ കൂടുതലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു കൊടുക്കും.
ആ വഴി ഇങ്ങനെയാണ്, ഇതിൽ പോയാൽ നല്ലതാണ്, ഞങ്ങൾ അവിടെ പോയി പെട്ടതാണ്, നിങ്ങൾ വിടാണ്ടിരിക്കേണ്ട എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രക്കാരെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അറബികളുടെ കൾച്ചർ അങ്ങനെയാണ്, വളരെ ഹോസ്പിറ്റബിളാണ്. അറബികളെ സംബന്ധിച്ച് പറയുന്നത് ദേ ആർ ഹോസ്പിറ്റബിൾ ടു സ്ട്രേഞ്ചേഴ്സ്. ഒരു പരിചയമില്ലാത്ത മനുഷ്യന്മാരോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ആൾക്കാരാണ് അറബികളെന്ന്. അറബികളുടെ ചരിത്രം അങ്ങനെയാണ്. നമ്മളതിൻ്റെ കുറേ ചരിത്രങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സയ്യിദുന മൂസ അലൈഹിസ്സലാം ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് വരുന്നത്. ഇന്നി ആനസ്തു നാറ ലഅല്ലി ആതീകും മിൻഹാ ബിഖബസിൻ ഔ അജിദു അലൻ നാരി ഹുദാ. ആ തീയിൻ്റെ അടുത്ത് സന്മാർഗദർശനമുണ്ടാകും. അവിടെ ഹുദൻ എന്ന് ഇവിടെ പറയുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവോ ദീനുൽ ഇസ്ലാമിൻ്റെ അഹ്കാമുകളോ ഒന്നുമല്ല. നമുക്ക് വഴിയിൽ നമുക്ക് ആവശ്യമായ അറിവുകൾ കിട്ടാൻ, യാത്രയുമായി ബന്ധപ്പെട്ട അറിവുകൾ, ഗൈഡൻസ് അവിടെ കിട്ടിയേക്കും. അതുകൊണ്ട് ഞാനവിടെ പോകട്ടെ. ഉംകുഥൂ, നിങ്ങളിവിടെ നിൽക്കണമേ എന്ന് പറഞ്ഞു സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. ആരോട് പറഞ്ഞു? ലി അഹ്ലിഹി. ഉംകുഥി എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് മാത്രമേ കൂടെ ഉള്ളൂ എന്നാ. ഉംകുസ് എന്ന് പറഞ്ഞാൽ ഒരാണേ കൂടെയുള്ളൂ. ഉംകുസ എന്നാണെങ്കിൽ രണ്ടാൾ കൂടെ ഉണ്ടെന്നായി. പക്ഷെ ഉംകുസു, നിങ്ങളെല്ലാവരും അവിടെ നിൽക്കുക. അപ്പോൾ 3 അതിലേറെയും ആളുകൾ ആ യാത്രയിലുണ്ട് എന്നാണ് ഇതിൻ്റെ സാരം. അപ്പോൾ സയ്യിദുനാ മൂസ അലൈഹിസ്സലാം, സഫൂറ ബീവി, മൂസ നബി അലൈഹിസ്സലാമിൻ്റെ മകനോ മകളോ, പിന്നെ അവരുടെ ഒരു ആട്ടിടയനായ ഒരു ഖാദിമ കൂടെ ഉണ്ട്, പിന്നെ ഒരു ആട്ടിൻ പറ്റവും ഉണ്ട്. അപ്പോൾ 4 മനുഷ്യന്മാർ തന്നെ ഉണ്ട്. അതുകൊണ്ട് അവരോട് ഉംകുസു, നിങ്ങളവിടെ നിൽക്കണമേ. മൂസ അലൈഹിസ്സലാമിൻ്റെ മകനാരായിരുന്നു, അവരുടെ പേരോ വിവരങ്ങളൊന്നും ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടില്ല. അവരോടാണ് ഉംകുസു, നിങ്ങളെല്ലാവരോടും നിൽക്കിയിട്ടോ, ഞാൻ ഒറ്റയ്ക്ക് പോയി നോക്കാം. ഒരു പുരുഷനെടുക്കുന്ന ഒരു 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 റെസ്പോൺസിബിലിറ്റി, ഒരു സെൻസ് ഓഫ് അക്കൗണ്ടബിലിറ്റി. എൻ്റെ ഫാമിലി, എൻ്റെ കുടുംബം, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ഭാര്യ മക്കൾ, എൻ്റെ ജ്യേഷ്ഠാനുജന്മാർ, പ്രത്യേകിച്ച് അനുജന്മാർ, മുതിർന്ന ഒരാളായിരിക്കും, ഒരു ഹെഡ് ഓഫ് ദ ഫാമിലി. എൻ്റെ കൂടെയുള്ളവർ രക്ഷപ്പെടണം, അവർക്ക് വേണ്ടി അവർക്ക് ഞാൻ പ്രൊട്ടക്ഷൻ കൊടുക്കണം, ഞാനാണ് അവർക്ക് കാവൽക്കാരൻ എന്ന ഒരു ഫീൽ അള്ളാഹു പുരുഷൻ്റെ മനസ്സിൽ കൊടുത്തിട്ടുള്ള ഒരു വല്ലാത്ത അത്ഭുതമാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെയല്ലേ? ആണ് ഒന്നാണോ? ഒന്നല്ലല്ലോ. ചായയും കാപ്പിയും ഇങ്ങനെ ഒന്നാവുക, അത് രണ്ടല്ലേ? എന്നപോലെ മനുഷ്യരെന്ന നിലയിൽ നമ്മൾ ഒന്നാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. പക്ഷേ 2 പേരുടെയും മനസ്സും 2 പേരുടെയും ശരീരവും അള്ളാഹു 2 ക്വാളിറ്റിയിൽ പടച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ 2 മഹാത്ഭുതമാണ്. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർ സംരക്ഷണം ആഗ്രഹിക്കുന്നവരാണ്. ഒരു കല്യാണം കഴിക്കുമ്പോൾ എന്നെ സംരക്ഷിക്കാൻ പറ്റുന്ന ആളായിരിക്കണം, ഇതാണൊരു പെണ്ണ് ആഗ്രഹിക്കുക. എനിക്ക് പ്രൊട്ടക്ഷൻ തരാൻ കഴിയുന്ന ആളായിരിക്കണം. ഒരു കള്ളം വന്നാൽ ഈ പോയി വാതിൽ തുറന്നു നോക്കുക, ഞാൻ ഉള്ളിൽ ഒളിച്ചിരിക്കട്ടെ എന്ന് പറയുന്ന ഭർത്താവ് ആവരുത്. ഉംകുസു, നിങ്ങളവിടെ നിൽക്കി, ഞാൻ പോയി നോക്കാം. മൂസ നബി അലൈഹിസ്സലാം എടുക്കുന്ന ഈ ഒരു സ്റ്റെപ്പ്, മേ ബി ഹീസ് എൻഡേഞ്ചറിങ് ഹിംസെൽഫ്. രാത്രിയല്ലേ, ആരാ അവിടെ തീ വെച്ചിരിക്കുന്നത്? കള്ളന്മാരാണോ കൊള്ളക്കാരാണോ എന്ന് അറിയില്ല. പോയാൽ തിരിച്ചു വരാൻ പറ്റുമെന്ന് വല്ല ഉറപ്പുണ്ടോ? അതുമില്ല. പക്ഷേ തൻ്റെ കുടുംബത്തിന് തണുത്തുറച്ച് നിൽക്കുക, അവർക്ക് തീ വേണം. തസ്തലൂൻ, നിങ്ങൾക്ക് ചൂട് കായാനുള്ള തീ ഞാൻ കൊണ്ടുവന്നു തരാം. 4 സ്ഥലങ്ങളിലെങ്ങാനും അള്ളാഹു ഇതേ ചരിത്രം വ്യത്യസ്ത രീതികളിൽ ആവർത്തിച്ചിട്ടുണ്ട് ഖുർആനിൽ. നിങ്ങൾക്ക് ഞാൻ ചൂട് കായാനുള്ള തീ കൊണ്ടുതരാം എന്ന് പറഞ്ഞുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാം പോവുകയാണ്. പിന്നെ പറയുന്നു, നിങ്ങൾക്ക് ഞാൻ വഴി കാണിച്ചു തരാം, ഞാൻ ചെന്ന് നോക്കട്ടെ, നമുക്കവിടെ വല്ല ഉപകാരവും കിട്ടിയേക്കാം, തീ ഞാൻ കൊണ്ടുവരാം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രയോഗങ്ങൾ സയ്യിദുനാ മൂസ അലൈഹിസ്സലാം ചെയ്യുന്നുണ്ട്. അത് തൻ്റെ കുടുംബത്തിലെ ഓരോരുത്തരോടും പല സന്ദർഭങ്ങളിലായി പറഞ്ഞ വാക്കുകളാണ് എന്നാണ് അതിനെ വ്യാഖ്യാനിക്കുക. ഉംകുഥു, നിങ്ങളിവിടെ നിൽക്കണമേ, ഇന്നി ആനസ്തു നാറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ അന്ന് കിടന്നുറങ്ങുന്ന സമയം ഒരു വലിയ പാറക്കല്ല് വീണ പോലെയുള്ള വലിയൊരു ശബ്ദം എല്ലാവരും കേട്ടു എന്ന് മാത്രമല്ല, മദീനക്കാർ മുഴുവനും ഉണർന്നു ആ രാത്രിയിൽ. ഒരു നാട്ടിലൊരു എന്തെങ്കിലും ഒരു അപകടം, ഒരു മിസൈൽ പതിച്ചു, ഒരു ബോംബ് വീണു എന്ന് വിചാരിക്കുക, ലാ സമഹല്ല, അങ്ങനെ ഇല്ലാണ്ടിരിക്കട്ടെ. പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ഉണരുക എന്ന് പറഞ്ഞ സംഭവം നടക്കുമല്ലോ. ഒരു നാട്ടുകാർ മൊത്തം ഉണർന്നു. മദീനയിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്.
എല്ലാവരും ഉണർന്നു. വലിയൊരു ശബ്ദം കേട്ടു. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ അവിടെ ജീവിച്ചിരിപ്പുള്ള കാലമാണ്. അനസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ വീട്ടിലെ വേലക്കാരൻ ആയി ജോലി ചെയ്യുന്ന, ഖിദ്മത്ത് ചെയ്യുന്ന മോൻ അവിടെ ഉണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 20 വയസ്സൊക്കെ ആവുന്നുള്ളൂ ആ സമയത്ത്. എല്ലാവരും എന്തേ സംഭവിച്ചത് എന്ന് പറഞ്ഞ് പുരൻ്റെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഉണർന്നോല്, നീ അറിഞ്ഞോ, ഒന്ന് എണീക്ക് എന്തോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരൊക്കെ വിളിച്ചുകൊണ്ട് എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുമ്പോൾ അതാ ഒരാൾ ഓടി വരുന്നു, ഒരു കുതിരപ്പുറത്ത്. എന്നിട്ട് എല്ലാവരോടും പറയുന്നു, ലൻ തുറാഉ, നിങ്ങളാരും പേടിക്കേണ്ട കേട്ടോ, എല്ലാവരും പോയി കിടന്നുറങ്ങിക്കോ, ഒന്നും സംഭവിച്ചിട്ടില്ല. ആ പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ പറയും, എപ്പോഴേ തങ്ങൾ ഇറങ്ങിപ്പോയത് ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പം തങ്ങളുടെ ആ ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, എൻ്റെ ഉമ്മത്തിന് ഞാൻ കാവൽക്കാരനാണ്, അവർക്ക് ഞാൻ ധൈര്യം കൊടുക്കണം. തങ്ങൾ പേടിച്ചിരുന്നില്ല, തങ്ങൾ ഇറങ്ങി ഓടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ശബ്ദം കേട്ടിടത്തേക്ക് നബി തങ്ങൾ ഓടിച്ചെന്നു എന്നാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സ്വഹാബികൾ പറയാം, ഞങ്ങൾ വാഹനമൊക്കെ ഒന്ന് റെഡിയാക്കി അതിൽ പെട്രോളുണ്ടോ കാറ്റുണ്ടോ എന്നൊക്കെ നോക്കാൻ നിൽക്കുമ്പോഴേക്ക് തങ്ങൾ ഓടി വന്നിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ വാഹനങ്ങളൊക്കെ ഒന്ന് കയറാൻ നോക്കുമ്പോഴേക്കും തങ്ങൾ ആ സ്പോട്ടിലെത്തി അവിടെ ഇൻസ്പെക്റ്റ് ചെയ്ത് ജനങ്ങളോട് മുഴുവൻ നടന്ന് പറയാ, തങ്ങൾ എല്ലാവരും ഉറങ്ങിക്കോളൂ, പേടിക്കേണ്ട, ലൻ തുറാഉ, പേടിക്കാനൊന്നുമില്ല എന്ന്. പക്ഷെ മദീന ഒരു വല്ലാത്ത നാടാണ്. അന്ന് നബി തങ്ങൾ പറഞ്ഞു, 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിലേക്ക് പതിച്ചുകൊണ്ടിരുന്ന ഒരു കല്ല് നരകത്തിലേക്ക് എത്തിയ നേരമായിരുന്നു അതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ അങ്ങനെ പല അത്ഭുതങ്ങളും നടന്നിട്ടുണ്ട് കേട്ടോ. അത് മദീനയിൽ നിന്ന് നബി തങ്ങൾ കേട്ടിട്ടുമുണ്ട്. മദീനയിലാണ് ഉഹദിലാണ് ഇന്നി അജിദു റീഹൽ ജന്ന, സ്വർഗത്തിൻ്റെ മണം വരുന്നുണ്ട്. അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇതാണ് ഉലൈഖ് വൃക്ഷം. നമ്മളിതിൻ്റെ താഴേക്ക് നിൽക്കാറുണ്ട്. ഇതിപ്പോൾ അവിടെ ഒറിജിനലുള്ള ആ ഒരു കെട്ടിടത്തിൻ്റെ, ആ കെട്ടിടം ഇതേ ഈ പഴയൊരു കെട്ടിടമാണ്. 2000-3000 കൊല്ലം പഴക്കമുള്ള ഒരു കെട്ടിടമാണിത്. നമ്മൾ ഇതിലേ നടന്നു വരിക. ഇതിവിടെ ഒരു എൻഡാണ്. നമ്മൾ ഇങ്ങോട്ട് നടന്നു വരും, അവിടെ ഒരു കിണറുണ്ട്. ആ കിണറും കഴിഞ്ഞ് നടന്നു വന്ന് ഇവിടെ നിന്ന് അതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഹളറത്തുൽ മുബാറക്ക, പരിശുദ്ധമായൊരു സ്ഥലമാണ്. അവിടെ നിന്ന് ദുആ ചെയ്ത് നമ്മൾ തിരിച്ചു പോരും. ഇതാണ് ആ കള്ളിച്ചെടി. ഇതൊരു വള്ളി പോലെ ഉണ്ടാകുന്ന ഉണങ്ങാത്തൊരു സംഭവം. അത് ഇലകൾ ഉണങ്ങും, പുതിയത് വരും. അങ്ങനെ ചർച്ചിൻ്റെ ഉള്ളിൽ എപ്പോഴും കാണിച്ചു തരില്ല. അവർ പ്രാർത്ഥന ഉണ്ടെങ്കിൽ പൂട്ടിയിട്ടുണ്ട്, ടൂറിസ്റ്റുകൾക്കും കാണിച്ചു കൊടുക്കില്ല. ഞങ്ങൾ ചില സമയത്തൊക്കെ പോകുമ്പോൾ സൺഡേ ആയി പോകാറുണ്ട്. അപ്പോൾ ആ ഒരു സംഘത്തിലുള്ള ആളുകൾക്ക് കാണാൻ പറ്റാറില്ല. സൺഡേ ആണെങ്കിൽ കിട്ടൂല, അവരുടെ പ്രാർത്ഥനാ ദിവസമായതിൻ്റെ പേരിൽ. അതിൻ്റെ ഉള്ളിലൊരു മസ്ജിദുണ്ട്. നിങ്ങൾ മുമ്പോട്ട് വന്നാൽ ഈ കെട്ടിടം ഉണ്ട്. ഈ കെട്ടിടം ഇങ്ങനെ പോന്നാൽ ഈ ഒരു മൂലയിലെത്തിയ ഒരു പള്ളിയാണ്, ഒരു പഴയൊരു പള്ളിയുണ്ട്, ഒരു മ്യൂസിയമുണ്ട്. അതിലപ്പുറം ഗുർഫത്തുൽ ജമാജിം എന്ന് പറഞ്ഞ് ഒരു റൂമുണ്ട് അവിടെ. ജുംജുമത്ത് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്നറിയോ? ജുംജുമ അതിൻ്റെ പ്ലൂരലാണ് ജമാജിം. എന്തെങ്കിലും കിട്ടണ്ട? ജുംജുമ കുട്ടിക്ക് പേരിടണ്ട കേട്ടാ. ജുംജുമ എന്ന് പറഞ്ഞാൽ തലയോട്ടി എന്നാണ്. ഗുർഫത്തുൽ ജമാജിം, തലയോട്ടികളുടെ റൂമെന്ന് പറഞ്ഞ് ഈ ചർച്ചിൽ ജോലി ചെയ്ത ഖാലി ഖത്തീബ് ഉസ്താദുമാരുടെ ചർച്ച്, അവരുടെ ആ മതത്തിൽപ്പെട്ട ആളുകളുടെ ശവകുടീരങ്ങളിൽ നിന്ന് കിട്ടിയ തലയോട്ടികൾ മൊത്തം ഒരുമിച്ച് കൂട്ടി ഒരു 10-200 തലയോട്ടികളുള്ളൊരു റൂമുണ്ട്. ആ റൂം അവിടെ ജോലി ചെയ്ത പള്ളിയിലച്ചന്മാരുടെ തലയോട്ടികളാണ്. അതിനാണ് ഗുർഫത്തുൽ ജമാഅ്, ദ സ്കൾ റൂം. അങ്ങനെ സംഭവമുണ്ട്. അങ്ങനെ ഒരു വലിയ പഴക്കമുള്ള ഒരു മ്യൂസിയം ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അവിടെ. അപ്പോൾ ഈ ഒരു വൃക്ഷത്തിൻ്റെ കഥയാണ് നമ്മൾ പറഞ്ഞത്. സയ്യിദുനാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഭാഗത്ത് നിന്ന്, അപ്പോൾ ഇങ്ങോട്ട് ചെറിയൊരു കയറ്റമുണ്ട്. നമ്മളിങ്ങനെ വരുമ്പോഴേ ഇപ്പോൾ റോഡൊക്കെ ആക്കിയിട്ടുണ്ട്. നമ്മളൊരു ചെറിയൊരു ക്യാബിൽ ബസ്സൊക്കെ കുറച്ച് ദൂരെ നിർത്തിയിട്ട് 1 കിലോമീറ്റർ, കഷ്ടിച്ചൊരു കിലോമീറ്റർ നമ്മളൊരു ക്യാബിലോ നടന്നിട്ടൊക്കെയാണ് വരിക. എന്നിട്ട് ഒന്ന് സ്റ്റെപ്പ് ഇറങ്ങി മേലോട്ട് കയറി പിന്നെ നിരപ്പായി നടക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് എത്തുന്നത്. ഇത് താഴ്വരയാണ്. ഒരു മലയുടെ ഇതിൻ്റെ ബാക്കിലാണ് സീനാ പർവ്വതമുള്ളത്. അതിൻ്റെ നേരെ താഴ്വരയിലാണ് ഇതുള്ളത്. താഴ്വര എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഇസ്ലാം സെൻ്ററിൻ്റെ ഹാള്, ഇവിടെ മലയാണ്. അപ്പോൾ ഇത്രയൊരു സ്ഥലമേ ഉള്ളത്. അവിടെ ചെറിയൊരു ഒരു സ്ലോപ്പാണ്. അതിനാണ് ഉലൈഖ് എന്ന അറബിയിൽ പറയാം. ഈ വൃക്ഷത്തിനാണ് ഉലൈഖ് എന്ന്. ഉലൈഖിൽ നിന്നാണ് സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം ഇത് കാണുന്നത് നാം. കാരണം വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മൂത്താപ്പയുടെ മകൻ,
മൂത്താപ്പയുടെ മകനാണ്, പക്ഷേ പ്രായമായിട്ട് കണ്ണിൻ്റെ കാഴ്ച പോയിരുന്നു എന്നാ. അപ്പോൾ മൂത്താപ്പവരൊക്കെ ആയുസ്സൊക്കെ എങ്ങനെ ഉണ്ടാവുമെന്ന് ആലോചിച്ച് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മൂത്താപ്പാൻ്റെ മോനാണ്, പക്ഷേ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. 90 വയസ്സായിട്ടുണ്ട് അന്ന്. ഗാർ ഹിറായിൽ അന്ന് റമളാനിൻ്റെ രാവിൽ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളടുത്ത് വന്ന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. 5 ആയത്തല്ലേ ഓതി കൊടുത്തത്. ആ ചരിത്രം ഖദീജ ബി പറഞ്ഞു, എൻ്റെ ഭർത്താവെ, അങ്ങ് വറക്കയോട്, എൻ്റെ ഇബ്നു അമ്മിനോട്, എൻ്റെ ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ മോനോട് നിങ്ങൾ കഥ പറഞ്ഞു കൊടുക്കിൻ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗുഹയിലുണ്ടായതും വന്നതും പറഞ്ഞതും കെട്ടിപ്പിടിച്ചതും വിട്ടതും അങ്ങനെ പേടിച്ചതും എല്ലാ കഥയും പറഞ്ഞു. അപ്പോൾ വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു, ഇന്നമാ ജാഅക നാമൂസുൽ അക്ബർ അല്ലദീ ജാഅ മൂസ. സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ അരികത്ത് ന്യായപ്രമാണവുമായി വന്ന അതേ ആളാണ് നിങ്ങൾക്കും വന്നിരിക്കുന്നത്. സംസാരിച്ച ആൾ നല്ലട്ടോ പറയുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിനെ തൗറാത്ത് കൊണ്ടു കൊടുക്കുന്നത് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ഈസാ നബി അലൈഹിസ്സലാമിന് ഫലസ്തീനിലെ സാഈർ മലയുടെ മുകളിൽ ബൈബിള് ഇഞ്ചീൽ കൊണ്ടുപോയി കൊടുക്കുന്നത് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ദാവൂദ് നബി അലൈഹിസ്സലാമിന് സബൂർ കൊടുക്കുന്നത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. തങ്ങൾക്ക് ഖുർആൻ അൽ ഫുർഖാനുൽ അലീം കൊടുക്കുന്നതും ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് വറഖത്ത് ബിൻ നൗഫൽ എന്നവർ ഉപയോഗിച്ച വാക്ക് അന്നാമൂസുൽ അക്ബർ. നമ്മൾ മലയാളത്തിൽ ഒരു നാമൂസില്ല എന്നൊക്കെ പറയാറുണ്ടല്ലേ. എങ്ങനെയാണ് ആ വാക്ക് അവിടെ വന്നത്? നാമൂസ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ മഹാനെ പറ്റി പറയുന്ന വാക്കാണത്. കണ്ണൂർ ജില്ലയിലും തൃശ്ശൂരിലൊക്കെ ഉണ്ട്, തായർക്ക് അവിടെയൊക്കെ പറയാറുണ്ട് നാമൂസ് എന്നൊക്കെ. ഒരു നാമൂസില്ല എന്നൊക്കെ പറയില്ലേ, പറയാറുണ്ടോ? ഞങ്ങൾ മലപ്പുറത്ത് പറയാറുണ്ട്. നാമൂസ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു 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 മഹത്തരമായ ആള്, സംഭവം എന്നൊക്കെയാണ് അർത്ഥം. എന്നിട്ട് വറഖത്ത് ബിൻ നൗഫൽ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നിങ്ങൾക്കറിയുമോ, out of all the Lord of Moses spoken to him out of the burning bush. സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ പടച്ചതമ്പുരാൻ മൂസാ നബിയോട് സംസാരിച്ചത് ബേണിംഗ് ബുഷിൽ നിന്നാണ്. ഇതിനിപ്പോൾ പോയോ? കുഴപ്പമില്ല. ക്രിസ്ത്യാനികളും ജൂതന്മാരൊക്കെ ഈ ചെടിയെ വിളിക്കുന്നത് ബേണിംഗ് ബുഷ് എന്നാണ്. ബേണിംഗ് ബുഷ് എന്നാൽ കത്തുന്ന ഒരു ബുഷ് എന്ന് പറഞ്ഞാൽ എന്താണ് പൊന്തച്ചെടി എന്ന് പറയും അല്ലേ? ബേണിംഗ് ബുഷ്. അവരങ്ങനെ ഇതിനെ പറയാം, ബേണിംഗ് ബുഷ്. ബുഷ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ കാടായി കിടക്കുന്ന ചെടിക്കൂട്ടത്തിനാണ് ഈ ബുഷ് എന്ന് പറയാം. ഇംഗ്ലീഷുകാർ അങ്ങനെയൊക്കെ പേരിടും. അങ്ങനെയാണ് ജോർജ് ബുഷ് ഉണ്ടായത്. സ്റ്റോണ്, എൻ്റെ കൂടെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനുണ്ട്, മിസ്റ്റർ സ്റ്റോൺ, കല്ല് എന്ന പേരർത്ഥം. ഒരു ബ്രദർ സ്റ്റോൺ ഉണ്ടായിരുന്നു, വേറൊരാളുടെ പേര് കല്ല്, സഹോദരൻ. അപ്പോൾ സ്റ്റോണും ട്രീയൊക്കെ അവർ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ടതൊക്കെ പേരിടും, നോക്കണ്ട. ബേണിംഗ് ബുഷ് എൻ്റെ പേരതാണ്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ പടച്ചതമ്പുരാൻ മൂസാ നബിയോട് സംസാരിച്ചത് ബേണിംഗ് ബുഷ് എന്നല്ലേ, ആ ഒരു കത്തുന്ന മരത്തിൽ നിന്നായിരുന്നില്ലേ സംസാരിച്ചിരുന്നത്? അതുകൊണ്ട് ദൈവികമായ ഒരു റെവലേഷൻ, പടച്ചതമ്പുരാനിൽ നിന്ന് വരുന്ന ഒരു അറിവ് ഇന്നത്തെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന മുഹമ്മദ് നബി അങ്ങേക്ക് കിട്ടുകയെന്നത് അതിൽ അത്ഭുതമൊന്നുമില്ല. അങ്ങനെ ഒരു റെവലേഷൻ മൂസാ നബിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് സംഭവിച്ചത് ഇങ്ങനെ ഒരു ചെടിയുടെ മുകളിൽ നിന്നായിരുന്നല്ലോ എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അന്ന് വറഖത്ത് ബിൻ നൗഫൽ, ഖദീജ ബീവിൻ്റെ മുത്താപ്പാൻ്റെ മോന് വറഖത്ത് ബിൻ നൗഫൽ എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേട്ടപ്പോഴേ തങ്ങൾക്ക് സമാധാനമായത്. അല്ലാതെ പേടിച്ചു പോകില്ലേ എന്താ സംഭവിച്ചു പോയത് എന്ന്. പിന്നെ അവർ പറഞ്ഞു, വല്ലാഹി ലൗ കുന്തു ജദഅൻ ഹീന യുഖ്രിജൂക ഖൗമുക, നബിയെ അങ്ങയുടെ ആളുകൾ അങ്ങയെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന പക്ഷം. അപ്പോൾ തങ്ങൾ ചോദിച്ചു, അവ മുഖ്രിജയ്യ ഖൗമി, എൻ്റെ നാട്ടുകാരെന്നെ എൻ്റെ നാട്ടിൽ നിന്ന് പുറത്താക്കുമോ എന്ന് ചോദിച്ചു. നഅം വകദാലികൽ അംബിയ, പ്രവാചകന്മാർ മുഴുവനും അങ്ങനെയാണ്. അവർ സത്യം വിളിച്ചു പറയുമ്പോൾ നാട്ടുകാരവരെ പുറത്താക്കും.
നമ്മളിപ്പം വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നൊക്കെ ചവിട്ടി പുറത്താക്കൂലേ? അപ്പോൾ പറയാൻ പറ്റാത്തത് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനോട് യോജിക്കാത്ത വല്ലതും പറഞ്ഞ് ചവിട്ടി പുറത്താക്കാന്ന് പറഞ്ഞ് നാട്ടുകാർ പുറത്താക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ പ്രവാചകന്മാർക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നസർതുക നസ്റൻ മുഅസ്സറ. നല്ല രസമല്ല അറബിയ അദ്ദേഹം സംസാരിച്ച വാക്കുകളൊക്കെ. അന്ന് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അതിശക്തമായ സപ്പോർട്ട് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കും. ഞാനന്ന് ഒരു ചെറുപ്പക്കാരനായിരുന്നുവെങ്കിൽ എന്ന് കൊതിച്ചു പോവുകയാണ്. നിങ്ങളുടെ കൂടെ ഞാൻ നിൽക്കും കേട്ടോ എന്ന് വറഖത്ത് ബിൻ നൗഫൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി. അദ്ദേഹം നല്ല മുവഹിദായ ഏകദൈവ വിശ്വാസിയായ മനുഷ്യനായിരുന്നു നാം. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി. നുബുവത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ വരെ നീണ്ടുന്നില്ല. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം വഫാത്താവാനുണ്ടായത്. ഏതായിരുന്നാലും അന്ന് വഹി നടക്കുമ്പോൾ ഈ സംഭവത്തിലേക്കുള്ള സൂചന ഖുർആൻ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് വറഖത്ത് ബിൻ നൗഫൽ അതാക ഹദീഥു മൂസ. അതുകൊണ്ട് നബി തങ്ങളോട് ചോദിക്കുന്നത്, നബിയെ മൂസ നബിയുടെ ചരിത്രം വർത്താനം കേട്ടിട്ടില്ലേ? അത് വറഖത്ത് ബിൻ നൗഫൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മക്കക്കാർക്ക് വരെ ആ വിവരം അറിയാമായിരുന്നു എന്നായി അതിന്. അതുകൊണ്ടാണ് വഹൽ അതാക ഹദീഥു മൂസ. إذ رأى نارا فقال لأهلهم كثوا إني آنست نارا لعلي آتيكم منها بقبس أو أجد على النار هدى فلما أتاها نودي يا موسى فلما أتاها ആ നാറിൻ്റെ അരികത്തേക്ക് എത്തിയപ്പോൾ നൂദിയ വിളിക്കപ്പെടുകയുണ്ടായി, യാ മൂസ, മൂസേ എന്ന് വിളിക്കപ്പെടുകയുണ്ടായി. മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, ലബ്ബൈക് ലബ്ബൈക്. മൂസ നബി അലൈഹിസ്സലാമിന് അറബി അറിയാം. കാരണം മൂസ നബി അലൈഹിസ്സലാമിൻ്റെ അമ്മോഷൻ അറബി പറഞ്ഞ നബിയാണ്. അതാരാ? നബിയുല്ലാഹി ശുഐബ് അലൈഹിസ്സലാം. നബിമാരിൽ ഖുർആൻ പറഞ്ഞ 25 നബിമാരിൽ 4 നബിമാരാണ് അറബി സംസാരിച്ചതെന്നാണ്. ഒന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത് ശുഐബ് നബി അലൈഹിസ്സലാം. അവർ ജോർഡാനിൻ്റെയും സൗദി അറേബ്യൻ്റെ ഇപ്പോഴത്തെ ബോർഡറാണ് അന്നത്തെ കൻആൻ. അവർ അറബി സംസാരിച്ചിരുന്നു. അപ്പോൾ മൂസാ നബിക്ക് നല്ല അറബി അറിയാം. ഇനി 2 നബിമാരും കൂടെ ഉണ്ട്. ആരാണ്? നമ്മളെ കൂട്ടാണ് മുമ്പൊക്കെ പറയണ്ടല്ലോ, ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം അറബി സംസാരിച്ചില്ല എന്നാ. അവരുടെ മാതൃഭാഷ അറബിയല്ല. സ്വാലിഹ് നബി അലൈഹിസ്സലാമും ഹൂദ് നബി അലൈഹിസ്സലാം, ഇവർ രണ്ടുപേരും അവരുടെ ദഅവത്തിൻ്റെ സ്ഥലം സൗദി അറേബ്യയുടെ ജസീറത്തുൽ അറബാണ്. ഇപ്പോൾ ഹൂദ് നബി അലൈഹിസ്സലാം, സ്വാലിഹ് നബി അലൈഹിസ്സലാം, പിന്നെ ശുഐബ് നബി അലൈഹിസ്സലാം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാണ് അറബ് ഭാഷ മാതൃഭാഷ സംസാരിച്ച ആളുകൾ. അതാണ് ഉദ്ദേശം. ഇസ്മായിൽ നബി അലൈഹിസ്സലാം യമനികളായ ആളുകളിൽ നിന്ന് അറബി ഭാഷ പഠിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒറിജിനൽ ഭാഷ അബരി ഭാഷയാണ്, ഹിബ്രുവാണ്, അല്ലെങ്കിൽ സുരിയാനി ഭാഷയാണ്. പക്ഷേ അവർ അറബി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒറിജിനൽ അറബി സംസാരിച്ചവരെന്ന് പറയുന്നതിൽ അവർ കൂട്ടില്ല. അങ്ങനെ മൂസാ നബിയും കൂട്ടണം. മൂസാ നബി അറബി സംസാരിച്ചിട്ടുണ്ട്, പിന്നീട് പഠിച്ചതാണ്. പക്ഷേ അറബികളായ ബൈ എഥനിക്കലി അറബ്സ് എന്ന് പറയുന്നത് ഈ 4 നബിമാരാണ്. ഷുഐബ് നബി അലൈഹി ഇസ്ലാമും, ഹൂദ് നബി അലൈഹി ഇസ്ലാമും, സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമും, പിന്നെ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ലബ്ബൈക്, അതൊക്കെ അല്ലാഹു തആല അംബിയാഇൻ്റെ നാവിലൂടെ കൊടുക്കുന്നത്, ആ ഒരു വാക്കുപയോഗിക്കുന്നത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, നമ്മുടെ വലിയൊരു ഇബാദത്തിൻ്റെ ഭാഗമായി നമ്മൾ ചൊല്ലാൻ പോകുന്ന വലിയൊരു ദിക്റിൻ്റെ ഭാഗമാണത്. ലബ്ബൈക് ലബ്ബൈക്, അല്ലെങ്കിൽ നഅം എന്ന് പറഞ്ഞാൽ പോരെ. യാ മൂസ നഅം അങ്ങനെ പറഞ്ഞാലും മതി. എന്തേ? ലബ്ബൈക്, ഞാനിതാ ഉത്തരം തരുന്നു. കാരണം ആരുമില്ലാത്ത വിജനമായൊരു സ്ഥലത്ത് അതിശക്തമായ തണുപ്പുള്ള ഇരുട്ടുള്ള ഒരു രാത്രിയിൽ അടുത്തു വന്നപ്പോൾ
ആ വൃക്ഷമടക്കം വെട്ടിത്തിളങ്ങുകയാണ്. ആ വെളിച്ചത്തിൽ കണ്ടു ഇത് നല്ല പച്ചപ്പുള്ളൊരു മരമാണെന്ന്. അപ്പോൾ ആരാണ് എന്നെ വിളിക്കുന്നത്? ലബ്ബൈക്. പല പ്രാവശ്യം പറഞ്ഞു ലബ്ബൈക് ലബ്ബൈക്. ആരാ ആരാ ആരാ? എന്നിട്ട് പറഞ്ഞു ഇന്നീ ലഅസ്മഉ സൗതക്. നിങ്ങൾ ആരാണോ എന്നെ വിളിക്കുന്നത് നിങ്ങളുടെ ശബ്ദം ഞാൻ കേൾക്കുന്നു. വഉഹിസ്സു ഹിസ്സക്. അങ്ങനെ ഒരാൾ എൻ്റെ കൂടെയുണ്ട് എന്നെനിക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നു. ഇത് വെറുതെ തോന്നലല്ല, ആരോ എൻ്റെ പരിസരത്തുണ്ട്. വലാ അറാ മകാനക് ഫഅയ്ന അൻത്. പക്ഷേ നിങ്ങൾ എവിടെയാണുള്ളത് എന്നെനിക്കറിയുന്നില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ എവിടെയാണ്? ആരാണിത്? നിങ്ങൾ എവിടെയാണ്? ഫഅയ്ന അൻത്. ഖാൽ, അല്ലാഹുവിൻ്റെ മറുപടി വന്നു, അന ഫൗഖക്, ഞാൻ അങ്ങയുടെ മീതയുണ്ട്. വമഅക്, അങ്ങയുടെ കൂടെയുണ്ട്. വഖൽഫക്, അങ്ങയുടെ പിറകിലുണ്ട്. വഅഖറബു ഇലൈക മിൻ നഫ്സിക്, നിങ്ങളുടെ ശരീരത്തേക്കാൾ ഞാൻ നിങ്ങളോട് ചേർന്ന് കിടക്കുകയാണ്. ഇത് മൂസാ നബി അലൈഹിസ്സലാം കേട്ടപ്പോൾ അലിമ അന്നഹു ലാ യംബഗി ഹാദാ ഇല്ലാ ലിറബ്ബി ഫഅയ്ഖന ബിഹി. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അതെൻ്റെ റബ്ബ് തആല മാത്രമാണ്, വേറെ ഒരാൾക്കും അങ്ങനെ ഒരു ഉണ്മയില്ല. എല്ലായിടത്തുമുണ്ട്. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ട്, ഇൽമു കൊണ്ട്, റഹ്മത്ത് കൊണ്ട് റബ്ബ് തആല എല്ലാവരുടെയും കൂടെയുണ്ട്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. മനുഷ്യൻ്റെ കണ്ഠനാടിയേക്കാൾ അള്ളാഹു ചേർന്ന് നിൽക്കുകയാണ് എന്ന് പറഞ്ഞ, നമ്മോടൊപ്പമുണ്ട് എന്ന് പറയുന്ന, എന്നാൽ സൃഷ്ടികൾക്കതീതനായ, സൃഷ്ടിപ്പിനതീതനായ, സമയകാലങ്ങൾക്കതീതനായ അള്ളാഹു ജല്ല ജലാലു. അള്ളാഹുവിനെ അല്ല കാണുന്നത്, അള്ളാഹുവിൻ്റെ തജല്ലിയാണ് കാണുന്നത്. അള്ളാഹുവിൻ്റെ തജല്ലിയാണ് കാണുന്നത്. ഇപ്പോൾ ഇരുട്ടത്ത് നിൽക്കുകയാണ്, ദൂരെ നിന്ന് ഇരുട്ടിൽ ഒരു വാഹനം ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഹൈ ബീം അല്ലെങ്കിൽ ലോ ബീം ലൈറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലൈറ്റിൻ്റെ പിറകിൽ നിൽക്കുന്ന സാധനം നമുക്ക് കാണാൻ കഴിയില്ല. കാണാൻ പറ്റുമോ? പക്ഷേ പ്രകാശം കാണുന്നു. അപ്പോൾ പറയും, എന്ത് പറയും? ഒരു കാറ് കണ്ടു, പക്ഷേ കാറല്ല കണ്ടിട്ടുണ്ടാവുക. കാരണം ആ വെളിച്ചം മുമ്പോട്ടടിക്കുമ്പോൾ അതിൻ്റെ ബാക്കിലുള്ളത് കാണുന്നില്ല. ഇത് ഭൂമിയിലെ ഒരു ചെറിയ ഉദാഹരണം. വലില്ലാഹിൽ മസലുൽ അഅല. അള്ളാഹുവിനെ അല്ല കാണുന്നത്, റബ്ബ് തആലയുടെ തജല്ലി, അള്ളാഹുവിൻ്റെ ദ ഗ്ലോ ഓഫ് ഡിവൈൻ ലൈറ്റ്സ്, അള്ളാഹുവിൻ്റെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ പരിശുദ്ധമായ ദാത്തിൻ്റെ ആ ഒരു പ്രകാശത്തിൻ്റെ ഒരു അംശം അവിടെ ഇങ്ങനെ അനുഭവിക്കുകയാണ് സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം. അള്ളാഹുവോടല്ല, അള്ളാഹുവിൻ്റെ ദാത്തുമല്ല അത്. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു പ്രകാശമാണ് എന്ന് പറയാനും പാടില്ല എന്നാ. അള്ളാഹുവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ പോലും ശബ്ദം അതൊരു വലിയ ചർച്ചയാണ്. ഞാനത് ചർച്ച കിട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രയാസമായി പോകും. എന്താ വെച്ചാൽ മനുഷ്യരുടെ സൃഷ്ടികളുടെ ഒന്നുപോലെയുമല്ല അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്. നമുക്ക് ഇപ്പോൾ ശേഷം, അതിൻ്റെ ഉടനെ, അതിൻ്റെ ശേഷം എന്ന് പറഞ്ഞ സീക്വൻസ് ഉണ്ട്. ഇപ്പം ഞാനൊരു സെൻറ്റൻസ് പറയുമ്പോൾ അത് ഞാൻ തുടങ്ങുന്നുണ്ട്, ആ സെൻറ്റൻസിൻ്റെ ഒരു മധ്യഭാഗമുണ്ട്, അതിൻ്റെ എൻഡുണ്ട് അല്ലേ? അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം തുടങ്ങുക, അതിനുശേഷം അതിന് പിറകെ അതിനൊന്നൊരു വാക്കുകൾക്ക് പിറകെ മറ്റൊരു വാക്ക് പറയുക, അങ്ങനെ ഒന്നിനു ശേഷം മറ്റൊന്നായിട്ട് വരിക എന്ന സൃഷ്ടികളുടെ ഈ സ്വഭാവം അള്ളാഹുവിൻ്റെ കലാമിന് ബാധകമല്ല എന്നാണ്. അപ്പം പിന്നെ ഇതെങ്ങനെയായിരിക്കും എന്നത് നമ്മുടെ ഇൽമുൽ കലാമിൽ അഖീദയുടെ കിതാബുകളിൽ ചർച്ച ചെയ്യുന്ന വിഷയം. ഞാൻ അതിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയി പോകും. അള്ളാഹുവിൻ്റെ സംസാരം നമ്മളെ സംസാരം പോലെയല്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ സംസാരിക്കുന്ന പോലെയുള്ള ഒരു തുടക്കവും ഒടുക്കവുമുള്ള ഒരു സംസാരമായിട്ടല്ല സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം കേൾക്കുന്നത്. കേട്ടത് ചെവിയിലൂടെ മാത്രവുമല്ല, അതനുഭവിക്കുകയാണ് ഉണ്ടായത് എന്നാണ്. ശരീരമാസകലം അതനുഭവിച്ചു സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം. അപ്പോൾ ആരാണിത്? ലബ്ബൈക ലബ്ബൈക ലബ്ബൈക് എന്ന് ചോദിച്ചിട്ട്, ഞാൻ നിങ്ങളുടെ മീതയുണ്ട്, കൂടെയുണ്ട്, പിറകിലുണ്ട്, നിങ്ങളുടെ നഫ്സിനേക്കാൾ നിങ്ങളോട് ചേർന്ന് കിടക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബിക്ക് മനസ്സിലായി, അന്നഹു ലാ യംബഗി ഹാദാ ഇല്ലാ ലിറബ്ബിഹി ഫഅയ്ഖന ബിഹി, അതുകൊണ്ട് ഇത് റബ്ബ് തആല തന്നെയാണ് എന്ന് സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം അവിടുന്ന് ഉറപ്പിച്ചു. പിന്നെ പേര് വിളിക്കുമ്പോൾ അതൊരു വല്ലാത്ത സന്തോഷമുള്ള കാര്യമാണ്. യാ മൂസ. അപ്പം ഇന്നെത്ര പരിചയമുള്ള ആളാണോ എന്ന്.
ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ഉബൈ ഇജ്ലിസ്, ഉബയ്യെ നിങ്ങൾ ഇരിക്കിൻ, ഫഇന്നല്ലാഹ അമറനി അൻ അഖറഅ അലൈക സൂറത്തൽ ബയ്യിന. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് സൂറത്തുൽ ബയ്യിന എന്നോട് ഓതിത്തരണമെന്ന് പറഞ്ഞു. മഹാനവറുകൾക്ക് ഇനി ഇരിക്കാൻ പറ്റിയില്ല സന്തോഷം കൊണ്ട്. പടച്ചോനെ എന്തായി കേൾക്കണത്? ഏതെങ്കിലും ഒരാൾക്ക് ഓതിക്കൊടുക്കിൻ എന്ന് പറഞ്ഞപ്പോൾ നബിയെ അങ്ങ് എന്നെ ഒരാളങ്ങോട്ട് തിരഞ്ഞെടുത്തതാണോ? അല്ലല്ല, നിങ്ങൾക്ക് ഓതിത്തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉബയ്യ് റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, ഹൽ സമ്മാനി റബ്ബി ഫിൽ മലഇൽ അഅല, അല്ലാഹുവിൻ്റെ ഉന്നത ലോകത്ത് ഉബയ്യ് ഇബ്നു കഅബ് എന്ന് എൻ്റെ പേര് പറഞ്ഞോ നബിയെ? എൻ്റെ പേര് റബ്ബ് തആല പറഞ്ഞോ? ഐ നഅം. ഫബകാ ഉബയ്യ് റളിയല്ലാഹു അൻഹു. എൻ്റെ പേര് അല്ലാഹു ഉദ്ധരിച്ചു എന്ന് പറഞ്ഞു കേട്ടപ്പോൾ മഹാനവറുകൾ സന്തോഷം കൊണ്ട് തേങ്ങി തേങ്ങി കരഞ്ഞു. സന്തോഷം കൊണ്ട്. സുബ്ഹാനല്ലാഹ്. ഓട്ട മത്സരത്തിൽ ഒരു മെഡലുണ്ടെന്ന് പറയുമ്പോൾ സന്തോഷം കൊണ്ട് കരഞ്ഞ് ഇൻ്റർവ്യൂക്കൊക്കെ മൂക്കൊലിച്ച് എന്താ ആൾക്കാരുടെ സന്തോഷം. ഒരു പന്ത് തട്ടിയതോ ഒരു ബാറ്റിൽ ഒരു പിങ് പോങ് ബോൾ അടിച്ചതൊക്കെ ആയിരിക്കും സംഭവം. പക്ഷേ ഒരു മെഡലും ഒരു അവാർഡും ഒരു റെക്കഗ്നിഷനും കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരിക്കലും ലൈഫിലൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ കളിച്ചതൊന്നുമല്ല, എന്തൊക്കെയേ പറയുണ്ടാവില്ലേ. സന്തോഷമാണ് മനുഷ്യൻ്റെ. ആ സന്തോഷത്തെ കരയും ചെയ്യും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പേര് പറഞ്ഞു എന്ന് പറയുമ്പോൾ തോന്നുന്ന ആ ഒരു അത്ഭുതം നിങ്ങൾ ആലോചിച്ച് നോക്കി. അല്ലാഹു ഭൂമിയിൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് പറഞ്ഞു. നബി തങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ. വേറെ സംഭവമുണ്ട്. വിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ സ്വഹാബിൻ്റെ പേരെന്താ? സെയ്ദ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. فلما قضى زيد منها وطرا زوجناكها. സയ്യിദുനാ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു അവരുടെ ഭാര്യയായ സൈനബ് ബീവിയെ ത്വലാഖ് ചൊല്ലിയപ്പോൾ, ഇദ്ദ കഴിഞ്ഞപ്പോൾ, തങ്ങളെ അങ്ങേക്ക് നാം സൈനബ് ബീവിയെ വിവാഹം ചെയ്തു തന്നു. ഇതാണ് ഖുർആൻ പറയുന്ന ആ ഒരു ആയത്തിലാണ് ഫലമ്മാ ഖളാ സെയ്ദുൻ മിൻഹാ വതറൻ എന്ന് പറഞ്ഞ സെയ്ദ്. അത്രേ. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേര് പോലും അബൂബക്കർ എന്നോ അബൂബക്കർ ഇബ്നു ഖുഹാഫ എന്നോ സിദ്ദീഖ് എന്നോ ഒന്നൊന്നും ഖുർആൻ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ സ്വാഹിബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലാ തൻസുറുഹു ഫഖദ് നസറഹുല്ലാഹ് ഇദ് അഖ്റജഹു അല്ലദീന കഫറു സാനിയ ഇത്നൈൻ. സാനിയ ഇത്നൈൻ ഇദ് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. രണ്ടിൽ രണ്ടാമൻ ഇത് യഖൂലു ലിസ്വാഹിബിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാഹിബായ കൂട്ടുകാരനോട്, സ്വഹിബ എന്ന് പറഞ്ഞാൽ കൂടെ സഹവസിക്കുകയെന്നാ. ഒരു റൂമിൽ തന്നെയാണ് താമസം, ഒരുമിച്ച് ഒരു മെസ്സിൽ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്, ഒരുമിച്ച് ബസ്സിൽ പോകുന്നത്, ഡ്യൂട്ടിക്ക് പോകുന്നത്. അങ്ങനെ സ്വാഹിബ്, സ്വഹ്ബത്ത്, കൂടെ കൂടെ കഴിയാൻ, അങ്ങനെ ഒരു പേരിട്ട് വിളിച്ചിട്ടു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു ആദരിച്ചു. സെയ്ദ് റളിയല്ലാഹുവിൻ്റെ പേര് എങ്ങനെ വരാൻ കാരണം എന്നറിയോ? അല്ലാഹു യാ മൂസ, മൂസ നബിയുടെ പേര് വിളിക്കുമ്പോൾ മൂസ നബിയുടെ സന്തോഷം വല്ലാത്ത സന്തോഷമാണ്. ആ സന്തോഷത്തിലാണ് മൂസ നബിക്ക് ആത്മധൈര്യം കിട്ടിയത്. ഇനി എന്ത് സംഭവിച്ചാലെന്താ, അല്ലാഹു അല്ലേ കൂടെ ഉള്ളത്. സെയ്ദ് എന്നവരെ നബി തങ്ങൾ എടുത്ത് വളർത്തിയതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയാലോ, സെയ്ദ് ഇബ്നു ഹാരിസ എന്ന സെയ്ദ് ഇബ്നു സാബിത്ത് എന്ന് പറഞ്ഞ വേറെ മഹാ ആലിമായ വലിയൊരു പണ്ഡിതനുണ്ട്. അവരാണ് ഖുർആൻ ക്രോഡീകരിക്കാൻ നേതൃത്വം കൊടുത്തതും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ ടാസ്ക് ഏൽപ്പിച്ചതും സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു. അവരല്ല, ഇത് സെയ്ദ് ഇബ്നു ഹാരിസ. ഇവരാണ് ജോർഡാനിലെ മുഅ്തയിൽ അന്ത്യവിഷമം കൊള്ളുന്നത്. മുഅ്ത യുദ്ധത്തിൽ പതാക പിടിച്ച് ഷഹീദായ നബി തങ്ങളുടെ പോറ്റുപുത്രൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ട് ഉമ്മ മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഒരു സംഘം കൊള്ളക്കാർ ആ കുട്ടിയെ സ്നാച്ച് ചെയ്ത് കൊണ്ടുപോയതാണ്. പിന്നെ കുറേ കാലമായിട്ടൊരു അഡ്രസ്സും ഇല്ലായിരുന്നു. അങ്ങനെ എവിടെയോ ചന്തയിൽ കൊണ്ടുപോയി വിറ്റു ചെറിയ മോനെ. അന്നൊക്കെ അടിമകളാക്കി വെക്കുന്ന കാലമാണ്. യുദ്ധത്തിൽ പിടിക്കപ്പെട്ട അടിമയാവും, ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയ അടിമയാവും. വല്ലാത്ത കാലമാണ്. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അന്തസ്സിൽ മുതലാളിയുടെ മോനായി ജീവിച്ചതാണ്. പക്ഷെ മക്കയിലേക്ക് എത്തുമ്പോൾ അടിമച്ചന്തയിലെ വിറ്റത്. അതാര് ചെയ്തതാ? അന്ന് തുർക്കിയുടെ ഭാഗമായിരുന്ന അമൂരിയയിൽ നിന്നും വന്ന യാത്രാസംഘം അവർക്ക് പൈസ കൊടുത്തിട്ട് പോകുന്നതാണ്. എന്നിട്ടും അവർ ചതിച്ചു, അടിമയാണെന്ന് പറഞ്ഞ് വിറ്റു എന്നാണ്. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കും. കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു 8-10 കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞു, പിന്നെ നിങ്ങളുടെ മോന്, അത് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് അവരുടെ ഭർത്താവ് സമ്മാനമായി കൊടുത്തതായിരുന്നു എന്നാണ്. കല്യാണം ആദ്യ ഭർത്താവിൽ നിന്ന്. പിന്നെ അവർ മരിച്ചു.
ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ നബി തങ്ങൾ കല്യാണം കഴിച്ചപ്പോൾ ഖദീജ ബീവിൻ്റെ അടുത്താണ് പൈസ ഉള്ളത്. ബീവി റളിയല്ലാഹു അൻഹ കച്ചവടം നടത്തിയിരുന്ന, അതായത് കച്ചവട ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും, പക്ഷെ കച്ചവടത്തിന് പോകുന്നതൊക്കെ മക്കയിലെ വിശ്വസ്തരായ ആൾക്കാരെ പറഞ്ഞയക്കും. അങ്ങനെ നബി തങ്ങളെ പറഞ്ഞയച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് 23 വയസ്സുള്ള കാലഘട്ടം സിറിയയിലേക്ക് പോയി എന്നൊക്കെ ചരിത്രങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തങ്ങൾക്ക് സമ്മാനമായിട്ട് കൊടുത്തു സെയ്ദ് ഇബ്നു ഹാരിസ തങ്ങളെ. അപ്പോൾ തങ്ങൾ സ്വീകരിച്ചു. തങ്ങൾ അവരെ മോചിതനാക്കി. അടിമല്ല, ഇതെൻ്റെ മോനാണ്. അപ്പോൾ ആളുകൾ വിളിക്കാൻ തുടങ്ങി സെയ്ദ് ഇബ്നു മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ മകൻ സെയ്ദ്, അങ്ങനെ വിളിക്കാൻ തുടങ്ങി. ആൾക്കാരങ്ങനെ പേരിട്ടു, സെയ്ദ് ഇബ്നു മുഹമ്മദ്. ധാരാ അത് സെയ്ദ് ഇബ്നു മുഹമ്മദ്. അറബികൾക്ക് വാപ്പയുടെ പേര് ചേർത്ത് വിളിക്കുക അത് അന്തസ്സാണ്. വാപ്പയുടെ പേര് അറിയില്ല എന്ന് പറഞ്ഞാൽ അവർ തലയും മുണ്ടിട്ടാണ് നടക്കുക, കാരണം മോശമല്ലേ. അപ്പോൾ സെയ്ദ് ഇബ്നു മുഹമ്മദ്, അപ്പോൾ സെയ്ദ് എന്നവർക്ക് ഭയങ്കര അത്ഭുതമാണ്, സന്തോഷമാണ്, അഭിമാനമാണ്. ഞാൻ മുഹമ്മദ് നബിൻ്റെ കുട്ടിയല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹു തആല തബന്നി, അതായത് നമ്മൾ പോറ്റു വളർത്തുന്ന ഒരു മകൻ തൻ്റെ മകനല്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും തന്നെ തൻ്റെ ബയോളജിക്കൽ ഫാദറിലേക്ക് മാത്രമേ ഒരു മനുഷ്യൻ തൻ്റെ പേരിനെ ചേർത്ത് വെക്കാൻ പാടുള്ളൂ. ബയോളജിക്കൽ ഫാദർ ആരാ? ഹാരിസ റളിയല്ലാഹു അൻഹു ആണ്. ഹാരിസ സ്വഹാബിയാണോ എന്ന് എനിക്കറിയില്ല, ഹാരിസ എന്നവരാണ്. അതുകൊണ്ട് സെയ്ദ് ഇബ്നു ഹാരിസ എന്നാണ് പറയേണ്ടത് എന്നല്ല. ഉദ്ഉഹും ലിആബാഇഹിം ഹു അഖ്സതു ഇൻദല്ലാഹ്. നിങ്ങൾ അവരെ അവരുടെ വാപ്പമാരിലേക്ക് ചേർത്തിയിട്ടാണ് വിളിക്കേണ്ടത്. അതാണ് അള്ളാഹു നീതിയുക്തമായി അള്ളാഹുവിൻ്റെ തീരുമാനം. അതാണ് വാപ്പൻ്റെ പേര് പറയണം. അതുകൊണ്ട് സെയ്ദ് ഇബ്നു ഹാരിസ തന്നെ പറയണം, എന്ത് പറയരുത്, സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്നിനി പറഞ്ഞേക്കരുത് എന്ന് നിയമം വന്നു. സൂറത്തുൽ അഹ്സാബിൽ അതിൻ്റെ ആയത്തുകൾ ഇറങ്ങി. അപ്പോൾ സെയ്ദ് എന്നവർക്ക് ഭയങ്കര സങ്കടമായി. അല്ലാ, നല്ലൊരു പേരുണ്ടായിട്ട് പോയല്ലോ. ആ സങ്കടം തീർക്കാൻ ഖിയാമത്ത് നാൾ വരെ സെയ്ദ് എന്നവരുടെ പേര് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഇറക്കി. കാരണം മുഹമ്മദ് നബിയുടെ മോൻ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥാനം നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള സങ്കടം ഇനി വേണ്ട. എൻ്റെ കലാമിൽ സെയ്ദെ നിങ്ങൾ വന്നിരിക്കുകയാണ്. ഫലമ്മാ ഖളാ സെയ്ദും മിൻഹാ വതറൻ. അവിടെ പേര് പറയേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഒരനുയായി എന്ന് പറയാം, അല്ലെങ്കിൽ തൻ്റെ ഭാര്യയെ മൊഴിചൊല്ലിയപ്പോൾ അവരുടെ ഭാര്യയെ നിങ്ങൾക്ക് നാം വിവാഹം ചെയ്തു തന്നു എന്ന് അല്ലാഹുവിന് അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അവിടെ സെയ്ദ് തങ്ങളുടെ പേര് കൊണ്ടുവന്നു. എന്തിനെന്നറിയോ? ഈ സങ്കടം തീർക്കാനാണെന്നാ. ഇബ്നു മുഹമ്മദ് എന്ന് പോയില്ലേ, സാരല്ല. ഇനി ഖിയാമത്ത് നാൾ വരെ നിങ്ങളുടെ പേര് ചൊല്ലുമ്പോൾ 3 അക്ഷരത്തിന് 30 കൂലിയാണ്. സെയ്ദ് എന്ന് 30 കൂലി കിട്ടും. ഫലമ്മാ ഖളാ സെയ്ദും മിൻഹാ വതറൻ സവ്വജ്നാകഹാ. ആ ഒരു സന്തോഷം സെയ്ദ് എന്നവർക്ക് കിട്ടിയിട്ടുള്ളൂ. അത് ഒരു കോമ്പൻസേഷനാണ്, നഷ്ടപ്പെട്ടതിന് അല്ലാഹു പകരം കൊടുത്തതാണെന്നാ. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പേര് വിളിച്ചിട്ടാണ് സന്തോഷിക്കുന്നത്. എൻ്റെ പേര് അൽ സമ്മാനി റബ്ബി ഫിൽ മലഇൽ അഅല, എൻ്റെ പേര് അല്ലാഹു തആല വിളിച്ചോ. നഅം ഫബകാ ഉബയ്യ്. ഉബയ്യ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിരുന്ന മഹാനാണ്. തങ്ങളോട് പറഞ്ഞു, നബി എനിക്ക് ഏകദേശം 1 മണിക്കൂറൊക്കെ ഞാൻ ഇരുന്ന് ദ്വാരക്കാറുണ്ട് ഒരു ദിവസം. അതേപോലെ 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് അങ്ങനെ രാത്രിയാകുമ്പോഴേക്കുള്ള സമയമായിരിക്കും, അല്ലെങ്കിൽ 1 മണിക്കൂർ അങ്ങനെ ഇരുന്നിട്ട് ദ്വാരക്കലായിരിക്കും. എൻ്റെ ദ്വായിൽ നിന്ന് നബി ഞാൻ എത്രയാണ് അങ്ങേക്ക് സ്വലാത്ത് ചൊല്ലേണ്ടത്, നിനക്ക് വേണ്ടത്ര ചൊല്ലിക്കോ എന്ന് പറഞ്ഞു. ഹദീസ് ഓർമ്മയുണ്ടല്ലോ, ഒന്ന് പൊടി തട്ടിയെടുക്കാൻ വേണ്ടി പറയാം. അപ്പോൾ നബിയെ ഞാൻ എൻ്റെ സമയത്തിൻ്റെ 4/1 സ്വലാത്ത് ആയിക്കോട്ടെ, അത് ഒരു 100 മിനിറ്റ് ഉണ്ടെങ്കിൽ 25 മിനിറ്റും സ്വലാത്ത് ചൊല്ലിയിട്ട് പിന്നെ ദ്വാരുന്നോളാം, അത് മതിയോ നബിയെ? തങ്ങൾ പറഞ്ഞു, ഇൻ സിദ് ഫഹുവ ഖൈറുൽ ലക്, കുഴപ്പമൊന്നുമില്ല, മതി, കൂടുതൽ ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ഖൈറാണെന്ന് പറഞ്ഞു. അപ്പോൾ തങ്ങളെ ഞാൻ 4 2 ഭാഗവും നേർപകുതി 1 മണിക്കൂറാണെങ്കിൽ 30 മിനിറ്റ് ഞാൻ സ്വലാത്ത് ചൊല്ലി ബാക്കി 30 മിനിറ്റ് എൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് ദ്വാരുന്നോളാം. അങ്ങനെ പോരെന്ന് ചോദിച്ചു. ഇവരാരാന്നറിയോ? ഖുർആൻ പണ്ഡിതന്മാരുടെ നേതാവാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, സയ്യിദുൽ ഖുറാ. അപ്പം നബി തങ്ങൾ പറഞ്ഞു, ഇൻ സിദ്ത ഫഹുവ ഖൈറുൽ ലക്, കൂടുതൽ ചൊല്ലുകയാണെങ്കിൽ അത് ഖൈറാണ് ഉബയ്യ് എന്ന് പറഞ്ഞു. അപ്പോൾ സുലുസാൻ, സമയത്തെ 3 തിരിച്ചാൽ അതിൻ്റെ 3/2 ഞാൻ സ്വലാത്തിന്, പിന്നെ 1/3 മാത്രം ഞാൻ ദ്വാരക്കാന്ന്. മതിയോ നബി? ഇൻ സിദ്ത ഫഹുവ ഖൈറുൽ ലക്, ഇനിയും കൂട്ടുകയാണെങ്കിൽ നല്ലതാണ്. ഫഅജ്അലു ലക സ്വലാത്തി കുല്ലഹാ, എന്നാൽ പിന്നെ നബി ഞാൻ ഒന്നും അള്ളാഹിനോട് ചോദിക്കണില്ല, ഞാൻ ഇരുന്ന് സ്വലാത്ത് ചൊല്ലിക്കോളാം.
അള്ളാഹ്ക്കറിയാലോ. യഅലമു സിർറ വ അഖ്ഫ, അള്ളാഹു മെല്ലെ പറയുന്നതും പറയാതെ മനസ്സിൽ വെക്കുന്നതും അള്ളാഹുവിനറിയാമെന്നല്ലേ. അതുകൊണ്ട് ഞാൻ സ്വലാത്തു ചൊല്ലുകയാണ് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇദൻ യുക്ഫാ ഹമ്മുക്, നിങ്ങളുടെ സങ്കടം അള്ളാഹു തീർത്തു തരും. വയുഖ്ലാ ദൈനുക്, നിങ്ങളുടെ കടം അള്ളാഹു വിട്ടിത്തരും. അള്ളാഹു നിങ്ങൾക്ക് വയുഗ്ഫറു ദംബുക്, നിങ്ങളുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരും. അങ്ങനെ ഒരു വലിയൊരു സമ്മാനം ആർക്ക് കിട്ടിയിട്ടുണ്ട്? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവിന് കിട്ടിയിട്ടുണ്ട്. മഹാനവറുകൾ പിന്നെ സ്വലാത്താണ്. ദ്വാരക്കാൻ നേരമുണ്ടോ ഇരുന്ന് സ്വലാത്ത് ചൊല്ലും. അതൊരു ഓരോരുത്തരുടെ ഈമാൻ അനുസരിച്ചാണ് കേട്ടോ. ചിലർക്ക് അത് അള്ളാഹിനോട് തുറന്ന് പറയാതെ സമാധാനം വരില്ല. അവർ സുഖമില്ലാത്തൊരാളുണ്ടായിരുന്നു, ചെറിയൊരു മാനസിക ചെറുതായിട്ട്. ഉമ്മ മരിച്ചിട്ടുണ്ട്. അപ്പോൾ കബറിങ് പുറത്ത് ഉമ്മാൻ്റെ കബറിങ് പോയിട്ട് ദ്വാ ചെയ്തിട്ട് വന്നിട്ട് അയൽവാസികളോടും കൂട്ടുകാരോടൊക്കെ പറയണേ, ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട്, അപ്പോൾ ഇയാൾക്ക് ജ്യേഷ്ഠനൊക്കെ ഉണ്ട്, ഇതുള്ള കഥ കേട്ടോ. അപ്പോൾ ഞാൻ ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ ഉമ്മാട് പറഞ്ഞു, ഉമ്മ മൈമുട്ടിയെ വന്നതിട്ടോ എന്ന് ഉമ്മാട് പ്രത്യേകം പറഞ്ഞിരിക്കണ്. അപ്പോൾ മൈമുട്ടിയെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, അള്ളാഹ്ക്കറിയില്ല. ചിലപ്പോൾ ഉമ്മാക്ക് അറിഞ്ഞില്ലല്ലോ, ഏട്ടനേട്ടോ ഒന്ന് വരക്കാന്ന് വിചാരിച്ചു പോയാലോ, അതുകൊണ്ട് ഞാൻ എൻ്റെ പേര് പറഞ്ഞിട്ടാണ് പോരുന്നത്. അതിൻ്റെ സമാധാനത്തിന് പറയണത്. ഒരു പാവം മനുഷ്യനാണ്, നിലമ്പൂരുണ്ടായിരുന്ന സാധുവാണത്. അപ്പോൾ പേര് ഉമ്മ കബറിങ്ങ ചെന്നിട്ട് ഉമ്മക്ക് വെച്ചോണ്ടാണ്. നമുക്ക് ചിലപ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് അള്ളാഹുവിനോട് അങ്ങ് തുറന്നങ്ങോട്ട് പറയും. ദുആ ചെയ്യാൻ ഒരു കുഴപ്പമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ദുആ ചെയ്തിട്ടില്ലേ? ബദർ യുദ്ധം വന്നപ്പോൾ തങ്ങൾ ദുആ ചെയ്തിട്ട് തങ്ങളുടെ കുപ്പായ കൈ ഇങ്ങോട്ട് താഴേക്ക് വീണു എന്നാണ്. അത്രയ്ക്ക് തങ്ങൾ ദുആ ചെയ്തു എന്നാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീട്ടി നീട്ടി ദുആ ചെയ്തിട്ടുണ്ട്. സ്വഹാബികളൊക്കെ നല്ലോണം ദുആ ചെയ്യാറുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ചില സമയങ്ങളിൽ നമുക്കൊരു സ്വലാത്ത് മതിയാവും. കുറേ നേരം സ്വലാത്ത് ചൊല്ലി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ മനസ്സിലൂടെ ഇങ്ങനെ കൊണ്ടുവരിക, പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ കൊണ്ടുവരിക. ഇനി റസൂലുള്ളാഹി മൻ ശഗലഹു ദിക്രി അൻ ദുആഇ അഅതൈതുഹു ഖൈറ മാ ഉഅതി സായിലീൻ. അള്ളാഹുവിൻ്റെ ഒരു വചനമുണ്ട്, ഖുദ്സിയായ ഹദീസാണ്. മൻ ശഗലഹു ദിക്രി അൻ ദുആഇ, എന്നോട് ദുആ ചെയ്യാതെ ദിക്ർ ചൊല്ലിയിട്ടൊരു മനുഷ്യൻ ആ ദുആഇന് പകരം ദിക്ർ ചൊല്ലുകയാണെങ്കിൽ, ചോദിക്കുന്നവർ ചോദിച്ചാൽ ഞാൻ കൊടുക്കുമായിരുന്നതിൽ ഏറ്റവും നല്ലത് ചോദിക്കാത്ത ഇവർക്ക് ഞാൻ കൊടുക്കും എന്ന് അള്ളാഹുവിൻ്റെ വചനമുണ്ട്. ഖുദ്സിയായ ഹദീസാണിത്. ഉഅ്തിഹി ഖൈറ മാ ഉഅ്തി സായിലീൻ. അപ്പോൾ യഅലമു സിർറ വ അഖ്ഫ, അള്ളാഹു തആല രഹസ്യമറിയും. രഹസ്യം എന്ന് പറയുന്നത് മെല്ലെ പറയുന്നതാണ് രഹസ്യം. വ അഖ്ഫ, അതിലും രഹസ്യമായതും അള്ളാഹുവിനറിയാം. സൂറത്ത് ത്വാഹയിലല്ലേ നമ്മൾ പറയുന്നത്, യഅലമു സിർറ വ അഖ്ഫ. 7-ാമത്തെ ആയത്താണ്. ഫഇന്നഹു യഅലമു ഇൻ തജ്ഹർ ബിൽ ഖൗൽ ഫഇന്നഹു യഅലമു സിർറ വ അഖ്ഫ. മെല്ലെ പറയണതും അറിയും, മനസ്സിൽ വെക്കുന്നതും അള്ളാഹുവിനറിയും. അതിലും രഹസ്യമായതും അറിയും. നിങ്ങൾ മനസ്സിലെന്താ വെക്കാൻ പോകുന്നത് എന്നും അള്ളാഹുവിനറിയാം. അസറു സിറും അള്ളാഹുവിനറിയാം. അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും മുഅ്മിനീങ്ങളുടെ ഹവാജിസും നമ്മുടെ നിയ്യത്തും നമ്മുടെ ഖൽബിൻ്റെ ചിന്തകളും എല്ലാം അള്ളാഹുവിനറിയുന്നവനാണ്. അതനുസരിച്ച് അള്ളാഹു അവർക്ക് കൊടുക്കും, കൂലി കൊടുക്കും. ചോദിക്കുന്ന പ്രശ്നമൊന്നുമില്ല. കുട്ടികൾ ടോയ്സ് വാങ്ങിക്കാൻ മാതാപിതാക്കളുടെ പിന്നാലെ കൂടുന്ന പോലെ നിങ്ങൾ അള്ളാഹുവിനോട് ധാരാളം ചോദിക്കണമേ എന്ന് പറയാറുണ്ട് മഹാന്മാർ. ധാരാളം ചോദിക്കണം. ചോദിച്ചാൽ തന്നെ പിന്നെയും ചോദിക്കുക. നമ്മൾ മക്കളോട് പറയില്ലേ, ഇനി ചോദിച്ചാൽ വാങ്ങിത്തരില്ല കേട്ടോ എന്ന് പറയേണ്ടി വരും. അത്രയ്ക്ക് ചോദിച്ചാൽ ബുദ്ധിമുട്ടാകും ചിലപ്പോൾ കുട്ടികൾ, അല്ലേ? ഉസ്മാൻ അങ്ങനെ പറയില്ലേ, വരുമ്പോൾ അത് കൊണ്ടുവരണം കേട്ടോ, അത് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഞാൻ മക്കളോടൊക്കെ 3 പ്രാവശ്യം ആയിട്ടുണ്ട്, ഇനി പറഞ്ഞാൽ കൊണ്ടുവരില്ല കേട്ടോ എന്ന് മിണ്ടാണ്ടിരിക്കും. അപ്പോൾ ഈ ക്ഷമ കിട്ടാൻ നല്ലതാണത്. അവർക്ക് ക്ഷമ എന്ന് പറഞ്ഞ സംഭവം പഠിക്കണ്ടേ. അപ്പോൾ ഇനി പറഞ്ഞാൽ കിട്ടൂലല്ലോ എന്ന് പറയാൻ അങ്ങ് മുട്ടുന്നുണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. ഇവർക്കത് ഓർമ്മ വരുമ്പോഴൊക്കെ പറഞ്ഞു തരണ്ടേ, നമ്മൾ മറന്നാലോ എന്ന്. പക്ഷെ മറക്കാൻ പാടില്ല കേട്ടോ. മക്കളോടൊക്കെ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കൊണ്ടുവരാതിരുന്നാൽ നമ്മൾ അവരെ വഞ്ചിച്ചു എന്ന് അവർ വിചാരിക്കുക. നമ്മൾ മറന്നു എന്ന് നമ്മളെ എക്സ്ക്യൂസ് ഒന്നും പോലും അറിയില്ല. അതുകൊണ്ട് നടക്കണ കാര്യം മാത്രം പറഞ്ഞാൽ മതി അവരോട്, നടക്കാത്ത കാര്യം പറയണ്ട. അള്ളാഹുവിനോട് അങ്ങനെ ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ചോദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ അതിനകത്ത് സ്വലാത്ത് ചൊല്ലിക്കോ കുഴപ്പമില്ല, ദിക്ർ ചൊല്ലിക്കോ കുഴപ്പമില്ല. ഇനി ഇരുന്ന് ദുആ ചെയ്ത് ഒരുപാട് ദുആകൾ വാരിതായതില്ലേ, അതൊക്കെ പുണ്യമാണ്.
ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ പൊട്ടിക്കരഞ്ഞു സന്തോഷം കൊണ്ട്. സമ്മാനി റബ്ബി ഫിൽ മലഇൽ അഅല. ഫലമ്മാ അതാഹാ നൂദിയ യാ മൂസാ, മൂസ എന്ന് വിളിക്കപ്പെട്ടു. അള്ളാഹു വിളിച്ചതാണ്, ഇപ്പോൾ വിളിക്കപ്പെടുകയാണ്. അപ്പോഴും മൂസ നബി അലൈഹിസ്സലാമിന് കൃത്യമായും ഞാൻ അള്ളാഹുവാണ് എന്ന് അള്ളാഹു തആല റബ്ബ് തആലയെ മൂസ നബിക്ക് പരിചയപ്പെടുത്തിയിട്ടില്ല. യാ മൂസ ഇന്നി അന റബ്ബുക്, മൂസ ഞാൻ അങ്ങയുടെ പരിപാലകനാണ്, അങ്ങയുടെ രക്ഷിതാവാണ്. ഇന്നനി അനല്ലാഹ് എന്ന് പറയുന്നതിനേക്കാളും ഒരു മനുഷ്യനോട് ടച്ച് ചെയ്ത് നിൽക്കുന്ന വാക്കാണ് അന റബ്ബുക്. നിന്നെ വളർത്തിയത് ഞാനാണ്, നിന്നെ വളർത്തിയത് ഞാനാണ്. നമ്മുടെ കിളാപ്പാരോ അമ്മമാരോ ഒക്കെ ചിലപ്പോൾ ആ ഒരു വാക്ക് പറയും, ഓനെ ഞാൻ വളർത്തിയ കുട്ടിയല്ലേ. ഇപ്പോൾ അഡ്നോക്കിൻ്റെ CEO ആയി നോക്കണ്ട, ഞാൻ വളർത്തിയ കുട്ടി. അങ്ങനെയൊക്കെ ചില ആളുകൾ ആ ഒരു അഭിമാനത്തിലും സന്തോഷത്തിലൊക്കെ പറയുമ്പോഴേ ഇന്നൊന്നും പറയണ്ടാവില്ല. കാരണം ഞാൻ വളർത്തിയെന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പം എന്താ പറയുക? തർബിയത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ജീവിതത്തിലൊരു മനുഷ്യൻ്റെ കുട്ടിക്കാലം മുതൽ ഒരു സ്വന്തമായി ഒരു മെച്യൂരിറ്റിയിലേക്ക് എത്തുന്നവരെ എന്തെല്ലാം ഡിപ്പെൻഡൻസി നമുക്കുണ്ടായിരുന്നോ അതിനൊക്കെ പരിഹാരം തന്ന ആളുകൾക്കാണ് നമ്മളെ തർബിയത്ത് ചെയ്ത ആളുകൾ എന്ന് പറയാം. ഇന്നി അന റബ്ബുക്, ഞാൻ മൂസ നബിയെ നിങ്ങളുടെ രക്ഷിതാവാണ്. അപ്പോൾ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ചെറുപ്പം മുതലുള്ള കഥകൾ ഇങ്ങനെ ഓടിമറയുകയാണ്. പേടകത്തിൽ മരത്തിൻ്റെ പെട്ടിയിൽ ഒഴുക്കിയിട്ടാണ് മൂസ നബി അലൈഹിസ്സലാമിനെ വിട്ടത് ഉമ്മ. ഒരു വാട്ടർ പ്രൂഫ് വുഡൻ ചെസ്റ്റ്, പെട്ടിക്ക് ചെസ്റ്റ് എന്ന് പറയും, ഈ നെഞ്ചുകൂടും ചെസ്റ്റ് എന്ന് പറയും, വുഡൻ ചെസ്റ്റ്. അങ്ങനെ ഒരു മരത്തിൻ്റെ പെട്ടിയിലാക്കിയിട്ടല്ലേ അങ്ങനെ എന്നെ തർബിയത്ത് ചെയ്ത എൻ്റെ റബ്ബ്. അതും ആ ഓളങ്ങളിൽ അതിൻ്റെ താളപ്പിഴകൾ സംഭവിക്കാതെ, വെള്ളം അതിലേക്ക് കയറി വരാതെ, പാല് കുടിക്കാത്ത തൊണ്ട വരണ്ട ഒരു പിഞ്ചു പൈതൽ ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ മിനിറ്റുകളോ മണിക്കൂറുകളോ ആ ഒരു നദിക്കരയിലൂടെ, നദിയുടെ ഒഴുക്കിലൂടെ കടന്നുപോയതും, അങ്ങനെ മൂസ നബിയെ നിങ്ങൾ ഫിർഔനിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചതും, അവിടെ നിന്ന് നിങ്ങൾക്ക് കയ്യബദ്ധം സംഭവിച്ചിട്ട് നിങ്ങൾ ഓടിയതും, അങ്ങനെ 1400, 500, 600 കിലോമീറ്ററുകൾ നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ നിന്നതും, നിങ്ങൾക്ക് കല്യാണം കഴിപ്പിച്ച് തന്നതും, അങ്ങനെ തുടങ്ങി അന റബ്ബുക്, അതൊക്കെ ചെയ്തു തന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഖുർആൻ ഇറങ്ങുമ്പോഴേ ആദ്യം ഇറങ്ങുന്ന വഹയല്ലേ സൂറത്തുൽ അലഖ്. ആ 5 ആയത്തുകളിൽ അല്ലാഹ് എന്ന പ്രയോഗം അല്ലാഹു ഉപയോഗിച്ചില്ല എന്നാണ്. ശ്രദ്ധിച്ചോ? അതിൽ ഇഖ്റ ബിസ്മി റബ്ബിക്കൽ റബ്ബിക്, അങ്ങയുടെ റബ്ബായ രക്ഷിതാവിൻ്റെ നാമത്തിലാണ് നിങ്ങൾ വായിക്കേണ്ടത്, പഠിക്കേണ്ടത്. നിങ്ങൾ ബുദ്ധിയുള്ളവരാ മനുഷ്യന്മാർ. ഇഖ്റ ബിസ്മി റബ്ബിക്, ഇഖ്റ ബിസ്മില്ല എന്നല്ല പറഞ്ഞത്, അള്ളാഹിൻ്റെ നാമത്തിൽ വായിക്കണമെന്ന ഉദ്ദേശം. പക്ഷെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ആ അള്ളാഹു എന്ന് പറയുന്ന റബ്ബ് തആല നിങ്ങളുടെ റബ്ബാണ്, നിങ്ങളുടെ പരിപാലകനാണ്, നിങ്ങളെ വളർത്തിയവരാണ്. നിങ്ങൾക്ക് ശ്വാസോച്ഛ്വാസം, വെള്ളം, പാനീയം, രക്തവും ഓക്സിജനും ഒക്കെ നിങ്ങളുടെ തടിക്ക് ആവശ്യമായ എല്ലാം, ഭക്ഷണപാനീയങ്ങൾ എല്ലാം നിങ്ങൾക്ക് സജ്ജീകരിച്ചു തന്നവനായ റബ്ബ്. ആ ഒരാളെ നിങ്ങൾ മനസ്സിലാക്കണം, ആ റബ്ബിനെ നിങ്ങൾ വണങ്ങണം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ആ പടച്ചവനാണ് ഈ പ്രപഞ്ചം മുഴുവൻ പടച്ചത്. അള്ളാഹു പടച്ചു എന്നാണ് അവിടെ പറയേണ്ടത്. പക്ഷേ അള്ളാഹു എന്ന് പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹു റബ്ബിനെ പരിചയപ്പെടുത്തുന്നത് റബ്ബായിട്ടാണ്. നിങ്ങളുടെ രക്ഷിതാവ്, സസ്റ്റൈനർ അള്ളാഹുവാണ് നിങ്ങളെ ഇങ്ങനെ കൊണ്ടുവന്ന്. അതുകൊണ്ടാണ് ഇന്നി അന റബ്ബുക്. ആദ്യം മൂസ നബിയോട് പറയുന്ന വാക്കും അതാണ്, ഇന്നനി അനല്ലാഹ് എന്ന് പറയുന്നുണ്ട് ശേഷം. പക്ഷെ ആദ്യം പരിചയപ്പെടുത്തുന്നത് നിങ്ങളെ വളർത്തി വലുതാക്കിയത് ഞാനാണ് മൂസ നബിയെ. ഇന്നി അന റബ്ബുക്. അതുകൊണ്ടാണ് പ്രാർത്ഥനകളിൽ റബ്ബന, അത് വല്ലാത്ത അറ്റാച്ച്മെൻ്റുള്ള ദുആയാണ്. അല്ലാഹുമ്മ എന്ന് പറഞ്ഞ് ദുആരക്കാം, അല്ലാഹുവേ. പക്ഷെ അതിനേക്കാളും അദബ് കൂടുതൽ വരുന്നത് റബ്ബന. ഖുർആനിലെ ദുആകളൊക്കെ അധികം റബ്ബന എന്ന കാരണം. റബ്ബന സുരിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ.
റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ, ഞങ്ങളുടെ പരിപാലകനായ അല്ലാഹുവേ, നീ ഇല്ലെങ്കിൽ ഞങ്ങളില്ല റബ്ബേ. നിന്റെ പരിപാലനമില്ലെങ്കിൽ ഞങ്ങളുടെ വുജൂദ്, ഞങ്ങളുടെ അസ്തിത്വം, ഞങ്ങളുടെ എക്സിസ്റ്റൻസ് സീറോ, ഇല്ല. അതുകൊണ്ട് റബ്ബേ, നീ എൻ്റെ റബ്ബാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുർആൻ്റെ ആരംഭത്തിൽ ഫാത്തിഹയിൽ അത് അല്ലാഹു കൊണ്ടുവന്നു. സൂറത്തുൽ അലഖും മുദ്ദസിറും മുസമ്മിലും ഒക്കെ ഇറങ്ങിയതിന് ശേഷമാണ് ഫാത്തിഹ ഇറങ്ങുന്നത്. അപ്പോഴേക്കും അല്ലാഹുവിനെ മനസ്സിലായിട്ടുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൊക്കെ അവതരണം കഴിഞ്ഞ് സൂറത്തുൽ മുദ്ദസിർ ഇറങ്ങി, മുസമ്മിൽ ഇറങ്ങി, പിന്നെ വദ്ദുഹ ഇറങ്ങി. ഇതിൻ്റെയൊക്കെ ശേഷമാണ് സൂറത്തുൽ ഫാത്തിഹ വരുന്നത്. അപ്പോൾ ബിസ്മില്ലാഹി അർറഹ്മാനിർ റഹീമായ അല്ലാഹു, പിന്നെ പറയാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നത്. ആരാണ് ഈ രക്ഷിതാവ്? അള്ളാഹുവിനാണ് സർവസ്തുതിയും. ആരാണ് ഈ അള്ളാഹു? റബ്ബുൽ ആലമീൻ. ലോകങ്ങളായ ലോകങ്ങളെ മുഴുവനും പരിപാലിക്കുന്നത് അള്ളാഹുവാണ്. റബ്ബ് എന്ന ഒരൊറ്റ, അതുകൊണ്ട് ബിസ്മിക റബ്ബി വദഅതു ജംബി, പരിപാലകനായ അള്ളാഹു. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇപ്പം ഇന്ന് രാത്രിയായി. ഇപ്പം നമുക്ക് രാത്രി, ചില നാടുകളിൽ രാത്രി ആയിക്കൊണ്ടിരിക്കുന്നു, ലേറ്റായിട്ടാവും. എല്ലാവരും ഭക്ഷണം കഴിച്ചു. വളരെ കുറഞ്ഞ ആളുകൾ സർവൈവ് ചെയ്യുക, അല്ലാത്തൊരു പിടിച്ചിരിക്കാൻ കഴിയില്ലല്ലോ. എന്തെങ്കിലുമായിട്ട് ഭക്ഷണം കഴിച്ചു. കടലിൽ പോകുന്നവർ മീൻ പിടിച്ചു കൊണ്ടുവന്നു. എത്ര ബോട്ടുകൾ പോകുന്നു. ഇനി നാളെ വീണ്ടും പോകും. ഇന്ന് പിടിച്ച 20 കിലോനും 10 കിലോ ഭാരമുള്ള അതേ മത്സ്യങ്ങൾ എല്ലാം ഇന്ന് തന്നെ അള്ളാഹു പിടിക്കാൻ കൊടുത്താൽ നാളെ പോയാൽ സാധനം ഉണ്ടാവില്ല. എത്ര രാജ്യങ്ങൾ ബോട്ടെടുത്ത് പോകുന്നു, എത്ര കടലിൽ പണിയെടുക്കുന്ന ആളുകൾ. അള്ളാഹു അവർക്കൊക്കെ ഭക്ഷണം ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആവശ്യമുള്ള മീനുകളെ മാത്രം കണ്ട് അവരുടെ വിസിബിലിറ്റിയിലേക്ക് അള്ളാഹ് കൊടുക്കുക, ബാക്കിയുള്ള റബ്ബ് ഒളിപ്പിച്ച് വെക്കുകയാണ്. അല്ലെങ്കിൽ അയക്കോറൊക്കെ കുഞ്ഞാവുമ്പോൾ പിടിച്ചുകൊണ്ട് വന്നാൽ പിന്നെ വലുതുണ്ടാവുമോ? അള്ളാഹു ചാലായുടെ ഈ ഒരു സംവിധാനം. ഇപ്പോൾ നമ്മളിപ്പോൾ യു എയുടെ ലാൻഡ് അറിയാം. UAE മൊത്തം നമ്മളൊരു കൃഷിയിടമാണെന്ന് വിചാരിക്കുക, വയലാണെന്ന് വിചാരിക്കുക. നമ്മൾ കൃഷി ചെയ്തു, കൊയ്തെടുക്കാൻ വേണ്ടി അരി ഉണ്ടാക്കി സങ്കല്പിക്കുക, നെല്ല് വിതച്ചു. ലോകത്തുള്ള മനുഷ്യന്മാരുടെ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയും മനുഷ്യരുടെ എണ്ണവും മനുഷ്യൻ്റെ നീഡ്സ്, ആവശ്യവും വെച്ച് നോക്കിയാൽ ഒരുപക്ഷെ ഒരു 2 ദിവസമോ 3 ദിവസമോ 4 ദിവസമോ പോട്ടെ, ഒരാഴ്ചക്ക് തിന്നാനുള്ള ഭക്ഷണമേ അതുണ്ടാവില്ല. പക്ഷെ നമ്മളൊരു രസത്തിന് പറയാൻ ഇത്രയും വരുന്നൊരു ലാൻഡിൽ നിന്ന് കിട്ടുള്ളൂ. അരി കൊണ്ട് എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, എന്തൊക്കെ. ഇത് അള്ളാഹുവിൻ്റെ ഒരു തർബിയത്താണ്. പക്ഷികൾ ഒരൊറ്റ പക്ഷികളും മൃഗങ്ങളും സമരം ചെയ്യുന്നുണ്ടോ? ഭക്ഷണം കിട്ടില്ല, റേഷനില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഇവിടെ ഇപ്പോൾ ഒരു വേസ്റ്റും പുറത്ത് കാണാത്തൊരു സ്ഥലമാണ്. പൂച്ചകളും കാക്കകളും പ്രാവുകളും ഒക്കെ നമുക്ക് ചുറ്റുമുണ്ട്. അവകളൊക്കെ ഭക്ഷണം കഴിക്കുന്നു. എവിടുന്ന്? അള്ളാഹു അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു റബ്ബുൽ ആലമീൻ. പാറ്റകളും വലിയ സർപ്പങ്ങളും, സിംഹത്തിന് വേണം ഭക്ഷണം, ജിറാഫിന് ഭക്ഷണം, ആനയ്ക്ക് ഭക്ഷണം വേണം, വലിയ വലിയ പെരുമ്പാമ്പുകൾക്ക് ഭക്ഷണം വേണം. എല്ലാവർക്കും അള്ളാഹു കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം അന്തിയാകുമ്പോഴേക്കും തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാന, വയറൊട്ടിപ്പോയ പക്ഷികൾ വയറ് നിറച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. അവർക്ക് ഭക്ഷണം നൽകുന്നത് അള്ളാഹുവാണ്. അവർക്ക് സ്റ്റോറില്ല, അവർക്ക് ഫ്രിഡ്ജില്ല, അവർക്ക് മൈക്രോവേവ് ഓവനില്ല. പക്ഷികൾക്ക് ഇന്നത്തെ പൊറോട്ട എടുത്ത് വെച്ചിട്ട് നാളെ ചൂടാക്കി തിന്നാൻ വരാൻ പറ്റുമവർക്ക്? ഇല്ല. അവരന്ന് ഓടുകയാണ്. റസൂലുള്ളാഹി നിങ്ങളുടെ ഹദീത്ത് നോക്കണേ. നിങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ അള്ളാഹുവിനെ മനസ്സിലാക്കി നിങ്ങൾ പടച്ചവനെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ പക്ഷികൾക്ക് കൊടുക്കുന്ന പോലെ അവൻ നിങ്ങൾക്ക് തരും. എങ്ങനെന്താ പക്ഷികൾക്ക് കൊടുക്കുന്നത്? തഗ്ദു ഖിമാസ. ഖിമാസ് എന്നൊക്കെ പറഞ്ഞാൽ വയറൊട്ടിയതിനാണ് ഖിമാസ് എന്ന് പറയാം. വയറൊട്ടിയിട്ടെല്ലാം ആണ് പക്ഷികൾ പോകുന്നത്. കാരണം മഗ്‌രിബായി കഴിഞ്ഞാൽ അവർ ഭക്ഷണം നിർത്തും, പിന്നെ രാവിലെ ആകുമ്പോഴേക്കും വിശന്നിട്ടുണ്ടാവും. അങ്ങനെ വതറൂഹു ബിതാന, വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ. തഗ്ദു എന്ന് പറഞ്ഞാൽ ഗദാത്ത്, രാവിലെ പോകുന്നതിനെ വരാം. തർവീഹ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരുന്നതിന്, റാഹ യറൂഹു എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരിക എന്നർത്ഥം. അറബിയിൽ ഒരുപാട് വാക്കുകളുണ്ട്. ദഹബ പറഞ്ഞാൽ പോയി, ജാ എന്ന് പറഞ്ഞാൽ വന്നു, മഷ എന്ന് പറഞ്ഞാൽ നടന്നു, ഇത്ര നമുക്കറിയാം. പക്ഷേ ഗദ എന്ന് പറഞ്ഞാൽ രാവിലെ പോയി എന്നാണ്, സറ എന്ന് പറഞ്ഞാൽ രാത്രി പോയി എന്നാണ്, റാഹ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വന്നു എന്നാണ്. തറൂഹ് ബിത്വാന, വയറ് നിറച്ചിട്ട് അവർ വൈകുന്നേരം വരുന്നത്. ആരെങ്കിലും അറിഞ്ഞോ എവിടുന്നാണ് ഈ കോടാനുകോടി പക്ഷികൾക്ക് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നത്?
അള്ളാഹു റബ്ബുൽ ആലമീന, ഇവരെയൊക്കെ പടച്ചോൻ പോറ്റി വളർത്തുന്നുണ്ട്. നമ്മളിവിടെ എയർ കണ്ടീഷൻ ചെയ്ത ഹാളിൽ ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഇവിടെയൊക്കെ ആളുണ്ടോ ഇതൊക്കെ നോക്കാൻ, ഇതൊക്കെ ഒറ്റയ്ക്ക് നടക്കല്ലേ എന്ന്. അപ്പോഴും അള്ളാഹു അവർക്ക് റിസ്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്നവനും കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അവൻ്റെ കുട്ടികൾക്കും തന്നെ കൊടുക്കുന്നുണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ വദൂദുർ റഹ്മാനുർ റഹീം, അള്ളാഹു റബ്ബുൽ ആലമീൻ. യാ മൂസ ഇന്നി അന റബ്ബുക് ഫഖ്ലഅൻ അലൈക് ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ. പരിശുദ്ധമായ തുവാ താഴ്വരയെ സംബന്ധിച്ചാണ് പറയണത്. ചെരുപ്പഴിച്ചു വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ അഭിസംബോധന ആരംഭിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് അംഗീകരിക്കുക. അള്ളാഹു പരിപാലകനാണ്, അള്ളാഹു റബ്ബാണ്. അതുകൊണ്ട് റബ്ബന എന്ന് തുടങ്ങുന്ന ആയത്തുകൾ, റബ്ബന എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകൾ ഇത് വളരെ ടച്ചിങ് ആണ്. ഞങ്ങളുടെ രക്ഷിതാവേ, നീയാണ് റബ്ബേ ഞങ്ങളെ നോക്കുന്നത്. ഏതൊരു കാര്യം നടക്കണമെങ്കിൽ നീ വിചാരിച്ചത് മാത്രമേ നടക്കൂ. ആ ഒരു 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 വാക്കിൻ്റെ പ്രത്യേകത. അമ്പിയാക്കന്മാർക്ക് റബ്ബിനെ പരിചയപ്പെടുത്തിയ വാക്കാണ് റബ്ബ്. ഇന്നി അന റബ്ബുക് ഫഖ്ലഅൻ അലൈക് ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ. ഹദീസ് عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال إذا قال الرجل لأخيه يا كافر فقد باء به أحدهما റവാഹുൽ ബുഖാരി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹദീസാണല്ലോ അത്. മോമിനിൻ്റെ സെലക്ഷൻ നല്ല ഉഷാറായിട്ടുണ്ട്. عن أبي هريرة رضي الله عنه أبو هريرة رضي الله عنه عبد الرحمن بن صخر رضي الله عنه അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് കേൾക്കുമ്പോഴേ അബൂ ഹുറൈറ തങ്ങളെയും അവരുടെ ഉമ്മയെയും സ്നേഹിക്കണം, നിങ്ങൾ അവരെ സ്നേഹിക്കണം എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ തങ്ങളെയും ഉമ്മയെയും സ്നേഹിച്ചാൽ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുന്നതാണ്. അങ്ങനത്തെ ഒരു സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉമ്മ മുസ്ലിമായ ചരിത്രമൊക്കെ അറിയാലോ അല്ലേ? ഓർമ്മല്ലേ? ഇല്ലേ? നിങ്ങളെന്താ അറിയാത്ത പോലെ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കുറേ കഴിഞ്ഞിട്ടാണ് മുസ്ലിം ആവുന്നത്. നിബിതങ്ങളുടെ കൂടെ അവസാനത്തെ ഒരു 3 കൊല്ലോ 4 കൊല്ലോ കഷ്ടിച്ച് കിട്ടിയിട്ടുള്ളൂ. അബൂ ഹുറൈറ തങ്ങൾ കുറച്ച് ദൂരെയാണ്. അങ്ങനെ ഉമ്മയുള്ളൂ, എത്തീമായിരുന്നു. ഉമ്മയുടെ കൂടെ യാത്ര ചെയ്ത് മദീന വരെ വന്നു. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എനിക്ക് മുസ്ലിം ആവണം, ഇസ്ലാം സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഉമ്മ പറഞ്ഞു, എനിക്ക് പറ്റൂല മോനെ. അങ്ങനെ ഉമ്മയും കൂട്ടി വന്നു. ഉമ്മ ഒരു റൂമെടുത്ത് താമസിച്ചു, വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പോയി അബൂ ഹുറൈറ തങ്ങൾ വരും. അപ്പോഴേക്കും ഉമ്മാക്ക് കലി കയറും. അങ്ങനെ അബൂ ഹുറൈറ തങ്ങൾ കേട്ട ഹദീസും നബി തങ്ങളുടെ അടുത്ത് പോയ കൗതുകകരമായ കഥകളൊക്കെ ഉമ്മയോട് ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴേ ഉമ്മ ദേഷ്യപ്പെട്ട് നബി തങ്ങളെ ചീത്ത പറയും. ഇത് കേട്ടിട്ട് അബൂ ഹുറൈറ തങ്ങൾക്ക് സങ്കടമാവും. ഉമ്മാനെ വിടാനും വയ്യ, തങ്ങളെയും വിടാൻ പറ്റൂല, ദീനും വിടാൻ വയ്യ, എന്താ ചെയ്യുക? അങ്ങനെ അബൂ ഹുറൈറ തങ്ങൾ നബി തങ്ങളോട് പറയാണ്, യാ റസൂലല്ലാഹ്, നബിയെ വല്ലാത്ത വിഷമത്തിലാണ്. എൻ്റെ ഉമ്മ അങ്ങയെ മോശപ്പെടുത്തി സംസാരിക്കുന്നതൊക്കെ എനിക്ക് കേൾക്കേണ്ടി വരുന്നുണ്ട്. എൻ്റെ ഉമ്മാക്കൊന്ന് ഹിദായത്ത് കിട്ടാൻ അങ്ങക്കൊന്ന് ദ്വാരക്കാൻ പറ്റുമോ നബിയെ? എൻ്റെ ഉമ്മാക്കൊന്ന് ഹിദായത്ത് കിട്ടും, എൻ്റെ ഉമ്മ ഒന്ന് ഇസ്ലാം സ്വീകരിച്ചേക്കണം, എൻ്റെ ഉമ്മ ഒന്ന് രക്ഷപ്പെടണം. അപ്പോൾ പ്രായമുള്ള ആൾക്കാരല്ലേ, അവർക്കിപ്പോൾ ഒന്ന് പഠനം നടത്തി ഗവേഷണം ചെയ്ത് ഡിബേറ്റ് ചെയ്ത് പഠിക്കാനൊന്നും സമയമില്ല ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഉള്ളത് കിട്ടണം, അങ്ങനെയാണ് അല്ലേ? ബിരിയാണി ഉണ്ടാക്കി കഴിക്കണതും റെഡി ആയത് കഴിക്കാൻ കിട്ടിയാലും അതല്ലേ നല്ല. എന്നാൽ പിന്നെ വേറെ പണി ചെയ്തുകൂടെ? അപ്പോൾ ഹിദായത്ത് കൊടുക്കാൻ അള്ളാഹുവിന് തീരുമാനമുണ്ടെങ്കിൽ ഉപ്പല്ലേ, ഉമ്മാക്കത് ഇനി കഴിയില്ലല്ലോ. അതുകൊണ്ട് നബി ഒന്ന് ദുആ ചെയ്തു തരണം. തങ്ങൾ ദുആ ചെയ്യാണ്, അല്ലാഹുമ്മഹ്ദി ഉമ്മ അബീ ഹുറൈറ. ഒറ്റ ദുആയാണ്, അള്ളാഹുവേ അബൂ ഹുറൈറൻ്റെ ഉമ്മാക്ക് ഹിദായത്ത് കൊടുക്കണമേ. ഭയങ്കര സന്തോഷത്തിൽ വീട്ടിൽ കൂടി. എന്ന് വാതിൽക്ക മുട്ടുകയാണ്. വാതിൽക്ക മുട്ടിയിട്ട് വാതിൽ തുറക്കുന്നില്ല. അപ്പോൾ ബേജാറായി, പഠിച്ചോനെ ഉമ്മ മരിച്ചുപോയോ, പഠിച്ചോനെ ഹിദായത്തിനെ കൊണ്ട് വേറുന്ന ഉമ്മാനെ ജീവിച്ചിരിപ്പില്ലാണ്ടായി പോയോ. കുറേ നേരം കാത്തിരുന്ന് ഉമ്മ വാതിൽ തുറന്നു. ഉമ്മ പേടിച്ചു പോയല്ലോ എന്ന് ചോദിച്ചു. കുറേ നേരമായല്ലോ ഞാൻ വാതിൽക്ക മുട്ടെന്ന്, നിങ്ങൾ വാതിൽ തുറന്നില്ലല്ലോ. അത് പറയുമ്പോഴേ നമ്മുടെ മർഹൂം പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവർ ബഹ്റൈൻ KMCCൻ്റെ ഒരു പരിപാടിക്ക് പോയിട്ടേ ഹോട്ടലിൽ തങ്ങളുടെ ഭാര്യ ബീവി താത്ത റൂമിലുണ്ട്, റമദാനാണ്,
അവർ എന്തോ നിസ്കാരത്തിലാണ്. തങ്ങൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് KMCC നേതാക്കന്മാരൊക്കെ കൂടി എല്ലാവരും പിന്നെ ലിഫ്റ്റിലൊക്കെ കുത്തിത്തിരക്കി കയറുമല്ലോ. അങ്ങനെ കുറേ ആളുകളും കയറി ചെന്ന് വരാന്ത നിറയെ ആളാണ്. തങ്ങൾ വാതിലേക്ക് മുട്ടിയിട്ട് വാതിൽ തുറക്കണില്ല. അപ്പോൾ കുറച്ച് നേരമൊക്കെ നമ്മൾ ബാത്റൂമിലായിരിക്കും എന്ന് വിചാരിക്കാമല്ലോ. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ആ ഒരു ക്ഷമയും ഒരു പെർസിവറൻസ്, അതിൻ്റെ ഒരു ഇത് നമ്മുടെ KMCC പ്രവർത്തകർ അന്ന് കുറച്ച് മുമ്പ് അന്ന് ബഹ്റൈനിൽ പോയ സമയത്ത് പറഞ്ഞെന്നായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ച് നിൽക്കുക. വാതിലൊക്കെ പടപടാന്ന് അടിക്കാനും വയ്യ. ബീവിതാത്തല്ലേ, ഒരു മര്യാദയ്ക്ക് ബെല്ലടിച്ചു, റിസപ്ഷനിൽ വിളിപ്പിക്കുന്നുണ്ട്, ആൻസർ ചെയ്യുന്നില്ല. കുറേ ടെൻഷൻ അടിച്ചു. ഒരു 10 മിനിറ്റോളൊക്കെ അവിടെ നിന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം നിൽക്കല്ലേ തങ്ങൾ, പിന്നെ ക്ഷീണമുണ്ട്, യാത്രയൊക്കെ കഴിഞ്ഞ് വരുന്നത്. എന്നിട്ട് വാതിൽ തുറന്നു. അപ്പോൾ തങ്ങൾ പേടിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് അപ്പം ബീവിത്തെ നിസ്കരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ നിസ്കാരത്തിന് സലാം വിട്ടാനായിട്ടില്ല, എന്തോ സൂറത്തോ ദീർഘമായിട്ട് റമദാനല്ലേ. അപ്പോൾ നിസ്കാരമായതുകൊണ്ട് തുറക്കാൻ നേരം വൈകിപ്പോയതാണ്. അതൊന്നല്ല വിഷയം. തങ്ങളുടെ ആ ഒരു ക്ഷമ, അത്രയും വന്നിട്ടും ഒരു മുഷിപ്പില്ലാണ്ട് അവിടെ തന്നെ കാത്തിരുന്ന് കൂടുള്ളവരോടൊക്കെ സമാധാനിപ്പിച്ച് തങ്ങൾ നിന്നു എന്നാണ്. അള്ളാഹു റഹം, അള്ളാഹുയുടെ ഖബറിടും സ്വർഗത്തും ആക്കി കൊടുക്കട്ടെ. അപ്പോൾ അബൂ ഹുറൈറ തങ്ങൾ ഉമ്മ വാതിൽ തുറന്നപ്പോൾ അബൂ ഹുറൈറ തങ്ങൾ ഈ കഥ പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ ഞാൻ കുളിക്കാൻ കയറിയതായിരുന്നു. എൻ്റെ ഉമ്മ, എനിക്ക് കലിമ ചൊല്ലണം, ഞാൻ മുസ്ലിമായിട്ടുണ്ട്, ഞാനൊന്ന് വൃത്തിയാവാൻ വേണ്ടി കുളിക്കാൻ കയറിയതായിരുന്നു. അതിൽ അബൂ ഹുറൈറ തങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഉമ്മാ, ഇവർ ഞങ്ങളെ കൈപിടിച്ച് റസൂലുള്ളാഹിന്റെ അടുത്ത് കൊണ്ടുപോയി തരാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി ഉമ്മനെ കൈവിടുക. അപ്പോൾ ഉമ്മ ഇവിടെ മദീന പള്ളിയിൽ നിന്ന് ദ്വായിരുന്നു, ഉത്തരപ്പോഴേക്കും വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നബി തങ്ങളോട് വന്ന് പറഞ്ഞു, നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ്, എനിക്കും എൻ്റെ ഉമ്മായും രണ്ടാൾക്കും വേണ്ടി അങ്ങ് ദുആ ചെയ്തു തരണം നബിയെ. പിന്നെ ഞങ്ങൾ രണ്ടുപേരെയും ഹബ്ബിബിനി വ ഉമ്മിയ ഇലന്നാസ് വഹബ്ബിബിൻ നാസ ഇലയ്യ വ ഉമ്മി, ജനങ്ങൾക്ക് എന്നോടും എൻ്റെ ഉമ്മയോടും കൃപയും കരുണയും സ്നേഹവും തോന്നണം. പിന്നെ എന്നെയും ഉമ്മയെയും ആര് കേൾക്കുന്നുണ്ടോ അവർക്കും ഞങ്ങളോട് ഇഷ്ടം തോന്നണം. അതിനൊന്ന് ദ്വാരക്കണം നബി എന്ന് ചോദിച്ചു. അബൂ ഹുറൈറ തങ്ങളുടെ വളരെ മനോഹരമായ കടഞ്ഞെടുത്ത ചിന്തകളാണത്. അങ്ങനെ തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. അല്ലാഹുമ്മ അഹിബ്ബ അബാ ഹുറൈറത വ ഉമ്മ, അബൂ ഹുറൈറയെയും അവരുടെ ഉമ്മയെയും റബ്ബേ നീ സ്നേഹിക്കണമേ. പിന്നെ അവരാരൊക്കെ കേൾക്കുന്നുവോ അവരെയും നീ സ്നേഹിക്കണമേ. അവരെ കേൾക്കുന്നവർ, അവർ രണ്ടുപേരെയും കേൾക്കുന്നവരും അവർ രണ്ടുപേരെയും സ്നേഹിക്കണം. ആ സ്നേഹിക്കുന്നവരെ റബ്ബേ നീ സ്നേഹിക്കണം. ഇതൊക്കെ കിട്ടിയപ്പോൾ അബൂ ഹുറൈറ തങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ആലിമീങ്ങൾ പറയാം, അബൂ ഹുറൈറ തങ്ങൾ പറയുന്നുണ്ട്, ഞാനും ഉമ്മയും പിന്നെ എവിടെ പോയാലും ഞങ്ങളറിയാത്തവരോ ഞങ്ങളോട് ദേഷ്യമുള്ളവരൊന്നും ഇവിടെ ഞങ്ങളറിയാത്തവരില്ല, എല്ലാവർക്കും ഞങ്ങളോട് ഇഷ്ടമായിരുന്നു. കാരണം തങ്ങളുടെ ദുആയാണത്. അപ്പോൾ മഹാന്മാർ പറയാം, അബൂ ഹുറൈറ തങ്ങളെ കേൾക്കുമ്പോൾ അബൂ ഹുറൈറ തങ്ങളെയും ഉമ്മയെയും ഇഷ്ടപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്കുണ്ടാവുന്നതാണ്. അങ്ങനത്തെ മഹാനാണ് അബൂ ഹുറൈറ. അബ്ദുറഹ്മാൻ എന്നാണ് പേര്, അബ്ദുറഹ്മാൻ ഇബ്നു സുഖർ റളിയല്ലാഹു അൻഹു. قال أن رسول الله صلى الله عليه وسلم قال, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി ചെയ്തു, ഇദാ ഖാല റജുലു, ഒരു മനുഷ്യൻ പറഞ്ഞാൽ, ലി അഖീഹി, തൻ്റെ കൂട്ടുകാരനോട് എന്ന് പറഞ്ഞാൽ ഒരാളോട്, യാ കാഫിറു, അവിശ്വാസിയായവനെ, കാഫിറായവനെ എന്ന് വിളിച്ചാൽ, ഫഖദ് ബാഅ ബിഹി അഹദുഹുമാ, ആരെയാണോ പറഞ്ഞത് രണ്ടിൽ ഒരാൾ ആ കുഫറുമായിട്ടാണ് മടങ്ങിപ്പോകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമായ ഒരു മനുഷ്യനെ നോക്കിയിട്ട് യാ കാഫിറു എന്ന് വിളിച്ചാൽ ആ പറയുന്നവൻ കാഫിറാണെന്നാണ്. എന്ന് പറഞ്ഞാൽ അത്രയും ഗുരുതരമായ കുറ്റമാണത്. അതല്ല, ഒരു കാഫിറായ ഒരാളോടാണ് അഭിസംബോധന ചെയ്തത്. അവിടെ പിന്നെ ഏതായാലും ഒരാൾ കുഫർ പക്ഷത്തുണ്ട്, അവിടെ പ്രശ്നമില്ല. പക്ഷെ കുഫർ പക്ഷത്തില്ലാത്ത ഒരാളെയാണ് പറഞ്ഞതെങ്കിൽ ആ പറഞ്ഞ അയാളിൽ കുഫർ സംഭവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ചും കാഫിർ, മുശ്രിക്ക് എന്നും പറയാൻ പാടില്ല എന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ സംഘടന അങ്ങനെ തലകയറിയിട്ടേ
അത് മുശ്രിക്കാണ്, ഇവർ മുശ്രിക്കാണ്, ആ പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റില്ല, ആ മൂലയിൽ വെക്കാൻ നിസ്കരിക്കാൻ, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. പ്രത്യക്ഷത്തിൽ ഒരു മനുഷ്യൻ ഞാൻ മുസ്ലിമാണെന്ന് പറയുകയും ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വസിക്കുന്ന ഒരാളാണ് എന്ന് ജീവിതം കൊണ്ടോ കർമ്മം കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ തെളിയിച്ച ഒരു മനുഷ്യനെ എങ്ങനെ കാഫിർ എന്ന് വിളിക്കുക? ഒരു പക്ഷേ അങ്ങനെ പറയുന്ന ഒരാളിൽ കുഫ്രിൻ്റേത് സമാനമായ ഏതെങ്കിലും കർമ്മങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ കുഫറും ഇസ്ലാമും കിടക്കുന്നത് ഖൽബിലാണ്. അത് അള്ളാഹു തീരുമാനിക്കുന്ന വിഷയമാണ്. ഒരു മനുഷ്യനും വിവരമില്ലാത്ത മനുഷ്യൻ ഇപ്പോൾ അജ്മീർ സിയാറത്തിന് പോയിട്ടുണ്ട്. വലിയ മഹാനല്ലേ അജ്മീർ ഷെയ്ഖ് തങ്ങൾ അവറുകൾ, ഖാജ മുഈനുദ്ദീൻ ചിശ്തി അൽ അജ്മീരി, ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന അള്ളാഹുവിൻ്റെ വലിയ അതിന് കാരണമായ വലിയൊരു വലിയാണ് മഹാനവറുകൾ. അവിടെ ചെന്നിട്ട് വിവരമില്ലാത്ത മനുഷ്യന്മാർ സുജൂദ് ചെയ്യുന്നില്ലേ? അവിടെ മുസ്ലിമീങ്ങളും അല്ലാത്തവരും വരുന്നുണ്ട്. അത് മനസ്സിലാക്കണം. അവർക്ക് സുജൂദ് ചെയ്യാൻ നമിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൽ ആരാണ് ഈ ചെയ്യണത്? മുസ്ലിങ്ങൾ തന്നെയാണോ അല്ലെന്നും അറിയില്ല. അവിടെ രാഷ്ട്രീയക്കാർ വരും, സിനിമക്കാർ വരും. പുതിയ ഫിലിം എടുക്കാൻ പോകുമ്പോൾ അവിടെ വന്നിട്ട് സിയാറത്ത് ചെയ്തിട്ട് പോകണം. എത്ര നടീനടന്മാരുണ്ട് ഇന്ത്യയിൽ ഉണ്ട്. അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ വിവരമില്ലാത്ത മുസ്ലിമീങ്ങൾ ഒരു പക്ഷേ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അത് അവരുടെ വിവരക്കേട്. അത് ആലിമീങ്ങൾ പറഞ്ഞ് നന്നാക്കി കൊടുക്കണം. ഷിർക്ക് തന്നെ, കുഫർ തന്നെയാണ്. പക്ഷെ ഒരു മനുഷ്യനെ യാ കാഫിറു യാ മുശ്രിക്കു എന്ന് ലേബൽ ചെയ്യുമ്പോൾ ആ മനുഷ്യൻ്റെ കൽബിൽ അങ്ങനെ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നറിയാതെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ അയാൾ പറയണം ഞാൻ എക്സ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഇതിന്ന് പോയ ആളാണ്, എനിക്കിത് ഇല്ല എന്ന് പറയുന്ന ഒരാളാണ്, പ്രത്യക്ഷത്തിൽ ഇസ്ലാമിനെ എതിർക്കുന്ന ആളാണ്. ഓക്കെ, അത് അവർ മുസ്ലിമായിട്ട് അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കാത്തവരാണ്. അവരെ സംബന്ധിച്ചല്ല ഈ പറയുന്നത്. അല്ലാതെ ഞാൻ മുസ്ലിമാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെയോ മഹത്തുക്കളെയോ സജ്ജനങ്ങളെയോ സ്വാലിഹീങ്ങളെയോ ഇത്തിബാഅ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, അവരെ കയ്യിൽ നിന്ന് വിവരക്കേട് കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് വെച്ചിട്ട് ഒരു കർമ്മം വെച്ചിട്ട് ഒരാളെ കുഫർ അടിക്കാൻ പാടില്ല. അത് ഭയങ്കര ഡേഞ്ചറാണ്. അത് ഗുരുതരമായ തെറ്റാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ വേദ് പറയാന്ന് പറഞ്ഞാൽ അവരുടെ ആകെ ഒരു സബ്ജക്റ്റേ വേദ് പറയാനുള്ളൂ. അതിന് ദുന്യാവ് തുടങ്ങിയത് മുതൽ അവസാനിക്കണ വരെ ഒരു സബ്ജക്റ്റ് അവർ പറയുള്ളൂ. ഇത് ഇസ്ലാമാണ്, ഇത് കുഫറാണ്, അതിങ്ങനെ ചെയ്യുന്നവരൊക്കെ കാഫിരീങ്ങളാണ്. അങ്ങനെ ലേബിൾ ചെയ്യുമ്പോൾ മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ ഞാൻ അള്ളാഹുലും റസൂലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരാളാണ് എന്ന് അംഗീകരിക്കുകയും അത് അവകാശത്തോടെ അത്യാവശ്യത്തോടെ പറയുകയും ചെയ്യുന്ന ആളുകളെപ്പോലും അത്തരം കൂട്ടായ്മകളെയൊക്കെ ഒന്നിച്ച് ലേബലടിച്ച് കുഫറാണ് എന്ന് പറഞ്ഞാൽ പറയുന്നവർ ഇസ്ലാമെന്ന് പുറത്തു പോകും. ഇത് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. ഇദാ ഖാല ലി അഖീഹി യാ കാഫിറു ഇദാ ഖാല റജുലു ലി അഖീഹി യാ കാഫിറു ഫഖദ് ബാഅ ബിഹി അഹദുഹുമാ. ആ പറഞ്ഞതിൽ കേട്ടതിൽ രണ്ടിൽ ഒരാൾ കുഫറുമായിട്ടാണ് പോകുന്നത്. അയാൾ അവിടെ നിന്ന് എണീറ്റ് പോകുന്നത് പിന്നെ കാഫിറായിട്ടാണ്. അങ്ങനെയാണ്. അത് കാഫിറിനോട് പറഞ്ഞാൽ പിന്നെ അത് അയാൾ തന്നെയാണ്. അല്ലെങ്കിൽ ആ പറഞ്ഞ ആൾ ആ ഒരു വലിയ വിപത്ത് അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അഹ്ലുൽ മില്ല, അഹ്ലുൽ ഖിബ്ലത്ത് എന്ന് പറയും. സംഘടനാ വ്യത്യാസങ്ങളും അഖീദപരമായ വ്യത്യാസങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ബിദ്അത്തും സുന്നത്തും ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ കുഫർ, ഷിർക്ക് ഇത് ഇസ്ലാമെന്ന് പുറത്തു പോണ വിഷയമാണ്. അത് ഭയങ്കര ഡേഞ്ചറാണ്. അതങ്ങനെ അങ്ങ് കൊട്ടക്കണക്കിന് പറയാനുള്ളതല്ല. അതിന് ഭയങ്കരമായ ക്രൈറ്റീരിയൻസ് ഉണ്ട്. ഒരു മനുഷ്യൻ്റെ അഖീദയെ ബാധിക്കുന്ന വിഷയമാണത്. അത് ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഹദീസാണത്. ഒന്ന് ചൊല്ലി നോക്കി. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ ഖാല الرجل لأخيه يا كافر فقد باء به أحدهما. إذا قال الرجل لأخيه يا كافر فقد باء به أحدهما وصدق رسول الله صلى الله عليه وسلم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ സദസ്സിൽ പായസം നൽകിയ സുഹൃത്തിൻ്റെ ഉമ്മയ്ക്ക് പ്രത്യേകം ദുആ ചെയ്യണം. നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന സഹോദരാണ് ആരിഫ പാടൂർ, തൃശ്ശൂരുള്ള. അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടായി, ഭക്ഷണം അകത്തോട്ട് പോകാത്ത. ആ കാരണത്താൽ ഡോക്ടറെ കാണിച്ചപ്പോഴാണ് മനസ്സിലായത് അന്നനാളത്തിൽ ക്യാൻസറാണെന്ന്. ആ സഹോദരിയുടെ ഷിഫാന് വേണ്ടിയിട്ടാണ് പ്രത്യേക ഇന്നത്തെ പായസം ഇവിടെ നൽകിയിട്ടുള്ള ദുആയിൽ ഉൾപ്പെടുത്തണം. ഉസ്താദിൻ്റെ പ്രഭാഷണം സ്ഥിരമായി കേട്ടിരുന്നൊരു സഹോദരൻ മുഹമ്മദ് ഹാഷിം, കാസർഗോഡ്, 41 വയസ്സാണ്.
തഹജ്ജുദ് നിസ്കരിച്ച് സുബഹി നിസ്കരിച്ച് കഴിഞ്ഞ് ഖുർആൻ ഓതുന്ന സമയത്ത് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു. മഗ്ഫിറത്തിനായി ദുആ ചെയ്യണം. സഹോദരിയുടെ മകൻ സ്ട്രോക്ക് വന്ന് ദുബായ് ആസ്ട്രോ ഹോസ്പിറ്റലിലാണ്, ഷിഫാന് ദുആ ചെയ്യാൻ. ഉപ്പയുടെ പെട്ടെന്നുള്ള മരണത്തെ തുടർന്ന് മകൾക്കുണ്ടായ BP കാരണത്താൽ തലച്ചോറിൽ ബ്ലീഡിംഗ് ആയിട്ട് ഒരു ഓപ്പറേഷൻ നടക്കാൻ ഇരിക്കുകയാണ്, ഷിഫാന് ദുആ ചെയ്യാൻ. ഉപ്പയുടെ ആണ്ടാണ് അബ്ദുറഹ്മാൻകാടെ, മഗ്ഫിറത്തിനായി ദുആ ചെയ്യാൻ. ഓൺലൈനിലൂടെ ഒരുപാട് ആൾക്കാർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുത്തിരുന്ന സഹോദരൻ ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അല്പം പ്രയാസങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്, വൈശാചികമായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതൊക്കെ റാഹത്തിൽ ശരിയാകാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ. അബ്ദുള്ള തളീക്കര സുഖമില്ലാതെ വെന്റിലേറ്ററിലാണ്, ദുആ ചെയ്യണം. ഉമ്മയുടെ കിഡ്നിയിലെ കല്ല് ഓപ്പറേഷൻ കൂടാതെ ഷിഫയാകാൻ വേണ്ടിയിട്ട്. മഠത്തിൽ ഖദീജ അജുമ്മ മരണപ്പെട്ടു, മഗ്ഫിറത്തിനായി ദുആ ചെയ്യാൻ. ഉമ്മക്ക് ഹജ്ജിന് പോകാനുള്ള തൗഫീഖിന് ദുആ ചെയ്യാൻ. ഇതുവരെ വീട് ഉണ്ടാക്കിയിട്ടുള്ള ഖൈറായ ഒരു വീട് ഉണ്ടാക്കാനുള്ള തൗഫീഖിനായി ദുആ ചെയ്യാൻ. കാൽമുട്ടിനുള്ള അസുഖം ഷിഫയാകാൻ വേണ്ടിയിട്ട്. നഫീസ ഹജ്ജുമ്മ തളങ്കര കാസർഗോഡ് മരണപ്പെട്ടു, മഗ്ഫിറത്തിനായി ദുആ ചെയ്യാൻ. മക്കളൊക്കെ എക്സാം നേരിടുകയാണ്, പ്രത്യേകം വിജയത്തിനായി ദുആ ചെയ്യാൻ. പിന്നെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, പറപ്പൂർ ബാപ്പുട്ടി ഉസ്താദ് അനുസ്മരണവും അൽ മുൽത്തഖ 2024 സബീൽ എക്സലൻസി ബാൻക്വറ്റ് നവംബർ 10 ഞായറാഴ്ച ഉമ്മുൽ മുഅ്മിനീൻ ഹാൾ അജ്മാൻ UAE നടക്കുകയാണ്. ഇവിടുന്ന് ബസ് സൗകര്യമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സയ്യിദ് മുനവ്വറിൽ ശിഹാബ് തങ്ങൾ പാണക്കാട്, ഡോക്ടർ അബ്ദുസമദ് സമദാനി, CH ബാവ ഹുദവി പറപ്പൂർ, സാലിഹ് ഹുദവി തൂത തുടങ്ങിയവരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി എല്ലാവരും ദുആയിൽ ഉൾപ്പെടുന്നു. ജസാക്കുമുല്ലാഹ് ഖൈർ. നമ്മുടെ ബാപ്പുട്ടി മുസ്ലിയാർ പറപ്പൂർ, കോട്ടക്കൽ പറപ്പൂരാണത്. അള്ളാഹു മഹാനവൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ എനിക്കൊന്ന് 2ാമത്തെ സഹസ്ഥാപനമായിട്ടാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2ാമത്തേതായിരിക്കും ബാപ്പുട്ടി ഉസ്താദിൻ്റെ ആ ഒരു സ്ഥാപനം. വലിയ അഥറുള്ള മഹാനായിരുന്നു ഉസ്താദ്. ദുആ ചെയ്താലും മന്ത്രിശ്രുതി കൊടുത്താലും രോഗികളായ നൂറുകണക്കിന് ആളുകൾക്ക് വലിയ അത്ഭുതകരമായ ശിഫ ആ മഹാൻ്റെ സാന്നിധ്യത്തിലും മജ്ലിസിലും ദുആയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ കൊടുക്കുന്ന സ്വതക്ക ഉസ്താദ് സ്ഥാപനത്തിന് വേണ്ടി കൊടുക്കും. ആ സ്ഥാപനത്തിൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ താമസവും ഭക്ഷണവും ഒക്കെ ഉസ്താദിന് കിട്ടുന്ന ഹദിയയിൽ നിന്ന് കൊടുത്തായിരുന്നു. അത് മൊത്തം ഇപ്പോൾ ബാപ്പുട്ടി ഉസ്താദിൻ്റെ മകനുണ്ട് ബാവഹുദവി, ഉപ്പാട് അതേപോലെ ഒരു വളരെ പക്വതയും ഭവ്യതയുമുള്ള ഒരു അദബുള്ള ഒരു നല്ലൊരു മഹത്വമുള്ള ഒരു പണ്ഡിതനും ഉപ്പയുടെ അതേ ആ ഒരു പാരമ്പര്യത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാനും ദുആ മജ്ലിസിനും റുഖിയ ചെയ്തിട്ടുമൊക്കെ ഉപ്പ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതേ വഴിയിലാണ് ബാവഹുദവി ഇപ്പോൾ ഉള്ളത്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആ ഉപ്പയുടെ മുഖവും ഉപ്പയുടെ ആ ഒരു ശാലീനതയും ഒക്കെ ബാവഹുദവി ഉസ്താദിനെ അങ്ങനെ മുഖത്തൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഇപ്പം അവരും അതന്നെ ചെയ്യണത്. ആ സ്ഥാപനം ഇൽമ് പഠിക്കുന്ന സ്ഥാപനത്തിന് ആരെങ്കിലും കൊടുക്കുന്നൊക്കെ അതിന് സ്ഥാപനത്തിന് കൊടുക്കുക. അങ്ങനെ ഒരു വല്ലാത്ത ദീനിൻ്റെ മുഹിബ്ബീങ്ങളാണ് ബാപ്പുട്ടി ഉസ്താദ്. അള്ളാഹുയുടെ ഖബറിടം സ്വർഗ്ഗത്തൊപ്പാക്കി കൊടുക്കട്ടെ. നമുക്ക് മുമ്പൊരിക്കൽ നമ്മൾ ക്ലാസ്സിൽ വന്നിട്ടുണ്ട് ബാപ്പുട്ടി ഉസ്താദ് അല്ലേ? നമ്മൾ സ്റ്റേജിൽ വന്നൊരു വന്നിട്ടുണ്ട് നമ്മുടെ പറപ്പൂർ ഇവരുടെ ഉസ്താദ് ഇവിടെ വന്നിട്ടുണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അല്ലേ? ഓർമ്മയല്ലേ? സ്വലാത്തുൽ ഉസ്താദ് വന്നിട്ടുണ്ട്. നമ്മുടെ ഖുർആൻ ക്ലാസ്സിനും ഞാൻ അതിന് വേറെ പൊതുപരിപാടിയാണ്. ഈ സ്റ്റേജിൽ ഉസ്താദ് വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അത് വലിയൊരു ഭാഗ്യം, നമുക്ക് കാണാൻ ഭാഗ്യമുണ്ടായത്. അള്ളാഹുയുടെ ഖബറിടം സ്വർഗ്ഗത്തൊപ്പാക്കി കൊടുക്കട്ടെ. ഉസ്താദിൻ്റെ അനുസ്മരണ പരിപാടിയാണ് ഉമ്മുൽ മുഅ്മിനീൻ ഹാളിൽ അജ്മാനിൽ വെച്ച് നടക്കുന്നത്. നാളെയാണ്, ശനിയാഴ്ചയാണത്, ഞായറാഴ്ച രാത്രി 10ാം തീയതി എന്ന് പറഞ്ഞാൽ സൺഡേ, അടുത്ത ഞായറാഴ്ച അല്ലേ? ഇൻഷാ അല്ലാഹ്. അള്ളാഹു മഹാനവരുടെ ദറജയെ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. സബീലുൽ ഹിദായ സ്ഥാപനം അള്ളാഹു ഉന്നതിയിലേക്ക് ഉയർത്തി കൊടുക്കട്ടെ. ദാറുൽ ഹുദയുടെ ഒരു സഹസ്ഥാപനമാണ് നമ്മുടെ താന്നൂരുള്ള ഇസ്ലാഹുൽ ഉലൂം അറബി കോളേജ്. അത് പണ്ടുള്ള ദർസ് കോളേജായിരുന്നു. അതിൻ്റെ 100ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ എന്താണ് പറഞ്ഞത്, ഇസ്ലാഹുൽ ഉലൂം അറബി കോളേജ്, അതാണ് ദാറുൽ ഹുദയുടെ ആദ്യത്തെ ബ്രാഞ്ച്. താന്നൂർ നഗരത്തിലാണത്. അള്ളാഹു അതിനൊക്കെ സഹകരിച്ച ഭക്ഷണങ്ങളൊക്കെ നേർച്ചയാക്കിയും അല്ലാതെയുമൊക്കെ നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ ദാറുൽ ഹുദയെ അടക്കം നെഞ്ചിലേറ്റി
അള്ളാഹുവിൻ്റെ ദീനിനെ സ്നേഹിക്കുന്ന ഒരുപാട് മുഅ്മിനാത്തുകൾ അള്ളാഹുവിൻ്റെയൊക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പൂർത്തിയാക്കി കൊടുക്കട്ടെ. മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. ഇവിടെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ ഒരുപാട് രോഗികൾ, ചെറിയ കുട്ടികളടക്കം ഉമ്മമാരടക്കം അള്ളാഹു എല്ലാവർക്കും ശിഫ കൊടുക്കട്ടെ. നമ്മുടെ അഡ്മിന്മാർ, നമ്മുടെ ആമിർ സാഹിബ് അടക്കമുള്ള നമ്മുടെ അഡ്മിൻസ്, അവരുടെയൊക്കെ ഫേസ്ബുക്ക് പേജിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന ദുആ വസിയത്ത് പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ഉദ്ദേശങ്ങളെ പൂർത്തിയാക്കി കൊടുക്കട്ടെ. ഷിഹാബുദ്ദീൻ ആനക്കരയുടെ മാമൻ ഹൈദർ സാഹിബ് എന്ന സഹോദരൻ ക്യാൻസറായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് വലിയ വിഷമത്തിലാണ്. അള്ളാഹുവെ നീ സലാമത്ത് നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ ഹൈദർ എന്ന ആ സഹോദരനെ നീ സലാമത്ത് നൽകണേ തമ്പുരാനെ, ശിഫ നൽകണേ തമ്പുരാനെ. آمين آمين. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. أرحم الراحمين يا مالك الملوك يا أحسن الخالقين يا ഞങ്ങളുടെ റബ്ബും യജമാനനുമായ അള്ളാഹുവെ, പടച്ചവനെ ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളോട് പൊരുത്തപ്പെടണേ റബ്ബേ, ഞങ്ങളോട് പൊരുത്തമുണ്ടാകണേ പടച്ചവനെ. ഞങ്ങളോട് ദേഷ്യപ്പെടരുതേ റബ്ബേ. അള്ളാഹു ഞങ്ങളോട് ദേഷ്യപ്പെടരുതേ റബ്ബേ. ഞങ്ങൾക്ക് റബ്ബേ നിൻ്റെ റിളാ, നിൻ്റെ പൊരുത്തം നൽകണമേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, ഞങ്ങളെ സ്നേഹിക്കുന്ന, സഹായിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങളുമായി കിടപ്പാടുകളുള്ള അള്ളാഹുവെ സാധാരണക്കാരും അല്ലാത്തവരുമായ പണ്ഡിതന്മാരും മുതഅല്ലിമീങ്ങളും കച്ചവടക്കാരും അള്ളാഹുവെ ദീനിൻ്റെ ഖാദിമീങ്ങളും ആയ വിദ്യാർത്ഥിനികളായ ഒരുപാട് ആളുകൾ അള്ളാഹു ഞങ്ങളുടെ ഈ ഒരു മജ്ലിസിൻ്റെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കുകയാണ്. പടച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്ന എല്ലാ ഖൈറും നീ അവർക്ക് നൽകണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങൾ എന്തിനൊക്കെ ഞങ്ങൾ കാവൽ ചോദിക്കുന്നുണ്ടോ അവർക്കും നീ കാവൽ നൽകണേ തമ്പുരാനെ. കാരുണ്യവാനെ അള്ളാഹു ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ, ഞങ്ങളുടെ തിന്മകളുടെ റെക്കോർഡിൽ നിന്ന് നീ മായ്ച്ചു കളയണേ റഹ്മാനെ. ഞങ്ങളുടെ നന്മയുടെ റെക്കോർഡ് അള്ളാഹുവെ ആ ഭാഗം നീ കനം തൂക്കണേ തമ്പുരാനെ. ഓരോ ഹസനത്തിനും 10ഓളം ഹസനത്തായി നീ വർദ്ധിപ്പിക്കുന്നുവല്ലോ റബ്ബേ. അള്ളാഹു നീ വർദ്ധിപ്പിച്ചു നൽകണേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, അള്ളാഹുവെ സയ്യിദുന ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരെടുത്ത് പറഞ്ഞ് മഹാനവറുകൾക്ക് വേണ്ടി സൂറത്തുൽ ബയ്യന ലം യകുനില്ലദീന കഫറു എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓതി കൊടുക്കാൻ അള്ളാഹുവെ നിൻ്റെ ഹബീബിനോട് നീ ആജ്ഞാപിച്ചുവല്ലോ തമ്പുരാനെ. അള്ളാഹുവെ ഹബീബിൻ്റെ മേൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിരുന്ന മഹാനായിരുന്നുവല്ലോ അത്. അള്ളാഹു ഞങ്ങൾക്കും ഒരുപാട് സ്വലാത്തിൻ്റെ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഒരുപാട് സ്വലാത്തുകൾ, വ്യത്യസ്തങ്ങളായ സ്വലാത്തുകൾ, പല മഹാന്മാരും നിർദ്ദേശിച്ച സ്വലാത്തുകൾ, ഹബീബിൻ്റെ മേൽ നിരവധി സ്വലാത്തുകൾ ചൊല്ലി ഹബീബിനെ കണ്ണ് നിറയെ കാണാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. ആ ഭാഗ്യം നൽകിയവർക്ക് വീണ്ടും അതിന് ഭാഗ്യം നൽകണേ തമ്പുരാനെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിൻ്റെ ആ ഒരു സ്വലാത്തിൻ്റെ പവറിൽ അള്ളാഹുവെ തിന്മകളിലേക്ക് പോകാതെ ടെംപ്റ്റേഷനുകളൊക്കെ അതിജീവിച്ച് അള്ളാഹുവെ നന്മയുടെയും ഹിദായത്തിൻ്റെയും ഇഖ്ലാസിൻ്റെയും വഴിയിലൂടെ നിയ്യത്തുകൾ നന്നായി, അഅ്മാലുകൾ നന്നായി, അഖ്ലാഖുകൾ നന്നായി, നല്ലവരായി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്കും മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, സ്നേഹിതന്മാർ, കൂട്ടുകാർ, ഉമ്മമാർ, സഹോദരിമാർ, ഇൽമിൻ്റെ സദസ്സുകളിൽ വന്നിരുന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന വളണ്ടിയർമാരും സാധാരണക്കാരുമായ ആളുകൾ, ഖാദിമീങ്ങൾ, ജീവിച്ചിരിക്കുന്നവർ, മരിച്ചുപോയവർ, അർഹമുർ റഹീമേ, ഞങ്ങളെല്ലാവർക്കും നിൻ്റെ ഹിദായത്ത് കൊണ്ടും നാളെ ജന്നത്തുൽ ഫിർദൗസ് കൊണ്ടും നിൻ്റെ ലിഖാ കൊണ്ടും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് കൊണ്ടും ഹൗലുൽ കൗസർ കൊണ്ടും നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. കൺകുടുംബയുള്ള മക്കളില്ലാത്തവർക്ക് നൽകണേ റഹ്മാനെ. പരീക്ഷയ്ക്കിരിക്കുന്ന മക്കൾക്ക് നല്ല വിജയം കൊടുക്കണേ റബ്ബേ. അവരച്ചടക്കവും അദബും ഇൽമും അഖ്ലാഖും അള്ളാഹുവെ മാതാപിതാക്കളോടുള്ള അദാബുകളും ബഹുമാനവുമുള്ള നല്ല മക്കളാക്കി തരണേ റഹ്മാനെ. അധ്യാപകരോടും പഠിപ്പിക്കുന്നവരോടും ഇൽമിനോടും കിതാബുകളോടും പുസ്തകങ്ങളോടും അള്ളാഹുവെ അറിവിൻ്റെ സ്ഥാനങ്ങളോടും പടച്ച റബ്ബേ ഇൽമിൻ്റെ സോഴ്സുകളോടുമൊക്കെ ആദരവുള്ള മക്കളായി അള്ളാഹു ഞങ്ങളുടെ ഈ പുതുതലമുറയുടെ മക്കളെ നീ മാറ്റിത്തരണേ തമ്പുരാനെ.
കൂട്ടുകെട്ടുകളിൽ നിന്ന് നീ അള്ളാഹു ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് കാക്കണേ റബ്ബേ. നല്ല കൂട്ടുകെട്ട് സമ്മാനിക്കണേ പടച്ചവനെ. നല്ല സൗഹൃദ ബന്ധങ്ങൾ നൽകണേ റബ്ബേ. നല്ല വഴികളിലേക്ക് വഴി നടത്തുന്നവരെ നീ ഞങ്ങളുടെ മക്കൾക്ക് നീ കാണിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളെ കൊണ്ട് മറ്റുള്ളവർ നന്നാവുന്ന അവസ്ഥയിലാക്കി തരണേ റഹ്മാനെ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠിക്കാൻ എന്താണോ അവർ പഠിക്കുന്നതിൽ ഏറ്റവും നല്ല പഠനം, ഏറ്റവും നല്ല ഇൽമ് കിട്ടുന്നിടത്തേക്ക് അവരെ എത്തിക്കാനും പഠിപ്പിക്കാനുമുള്ള ആയുരാരോഗ്യവും ആഫിയത്തും സമ്പൽ സമൃദ്ധിയും രക്ഷിതാക്കൾക്കും അവർക്കൊക്കെ നീ നൽകണേ തമ്പുരാനെ. ജോലി അന്വേഷിച്ചു വന്നവർക്കൊക്കെ അല്ലാഹു ഖൈറായ മഈശത്ത് നൽകണേ റബ്ബേ. ജോലികളിൽ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. നമ്മുടെ ഇസ്ലാമിക് സെൻ്റർ നമ്മുടെ മൈക്കൊക്കെ ശരിയാക്കി തരുന്ന ബഷീർക്കയുടെ മോൻ ഇവിടെ ജോലിക്ക് വന്നിട്ട് ഖൈറായ ജോലി നീ കൊടുക്കണേ തമ്പുരാൻ. ജോലിയിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹു വിസ സംബന്ധമായി മറ്റും പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ട് റബ്ബേ. അല്ലാഹു നീ ഖൈറാക്കി കൊടുക്കണേ റബ്ബേ. അള്ളാഹു ഞങ്ങൾ നിലനിൽക്കുന്ന ജോലി അള്ളാഹുവെ നിനക്ക് പൊരുത്തവും ഞങ്ങൾക്ക് ഖൈറുമാണെങ്കിൽ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കണേ റബ്ബേ. ഇല്ലെങ്കിൽ ഖൈറിലേക്കൊരു മാറ്റം നൽകണേ തമ്പുരാനെ. ഇസ്ലാമിക് സെൻ്ററും ഇതിൻ്റെ ഭാരവാഹികളും പ്രത്യേകിച്ച് ബാവഹാജി അടക്കമുള്ള ഇസ്ലാമിക് സെൻ്ററിൻ്റെ വളരെ കാലത്തെ സേവന പാരമ്പര്യമുള്ള ഒരുപാട് ആളുകൾ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമുണ്ട് റബ്ബേ. അവരുടെയൊക്കെ ഖബറുകൾ മരിച്ചുപോയവർക്ക് നീ ഖബറുകളിൽ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. ഇവിടുത്തെ സുന്നി സെൻ്ററിന് വേണ്ടിയും KMCC വേണ്ടിയും ഇവിടുത്തെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഒക്കെ റബീഉൽ അവ്വലിലും ദിക്ർ ദുആ മജ്ലിസുകളിലും മറ്റ് എന്തെല്ലാം നല്ല സാമൂഹിക സേവന ഇവൻറ്റുകൾ ഇവിടെ നടക്കുന്നുണ്ടോ അതിനുവേണ്ടിയൊക്കെ സംഭാവന ചെയ്യുന്ന കച്ചവടക്കാരും മുതലാളിമാരും സാധാരണക്കാരും പ്രവർത്തകരൊക്കെ ഉണ്ട് റഹ്മാനെ. അള്ളാഹുവെ എല്ലാ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും നിൻ്റെ പ്രീതി മാത്രം കൽബിൽ നിയത്ത് ചെയ്തുകൊണ്ട് ആഖിറത്തിലേക്ക് ഉപകാരം കിട്ടുന്ന അമലുകളാക്കി നീ അതിനെയൊക്കെ മാറ്റണേ തമ്പുരാനെ. അള്ളാഹുവെ സൽക്കർമ്മത്തിലേക്ക് ഞങ്ങൾക്ക് വഴി നടത്തണേ റബ്ബേ. തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ വീടിലും കുടുംബത്തിലും മക്കളിലും യാത്രയിലും വീട്ടിലുള്ളപ്പോഴും റബ്ബേ നിൻ്റെ കരുണയും രക്ഷയും കാവലും അള്ളാഹു ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനും നാട്ടുകാർക്കും രാജ്യത്തിനും ലോകരാജ്യങ്ങൾക്കും നൽകണേ പടച്ചവനെ. യുദ്ധങ്ങളും പ്രശ്നങ്ങളും അവസാനിച്ച് അള്ളാഹുവെ മനസ്സമാധാനം നീ പുനഃസ്ഥാപിക്കണേ പടച്ചവനെ. സമാധാനം പുനഃസ്ഥാപിക്കണേ പടച്ചവനെ. റഹ്മുർ-റഹീമേ, UAE മറ്റു പരിസര രാജ്യങ്ങളെയും ലോകരാജ്യങ്ങളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹോദര സഹോദരിമാർ വിഷമം അനുഭവിക്കുന്ന രാജ്യങ്ങൾ ഒരുപാടുണ്ട് റബ്ബേ. എവിടങ്ങളിലൊക്കെയും അള്ളാഹുവെ സമാധാനം പുനഃസ്ഥാപിക്കണേ പടച്ചവനെ. അള്ളാഹുവെ യുദ്ധക്കെടുതികൾ ആര് തുടങ്ങുന്നോ അത് ആർക്ക് തന്നെയാണെങ്കിലും അത് വിപത്താണ്, ദുരന്തമാണ്, വിഷമമാണ്. അള്ളാഹുവെ ഈ ലോകത്ത് നീ സമാധാനം നിലനിർത്തണേ പടച്ചവനെ. മനുഷ്യൻ്റെ അഹങ്കാരവും മനുഷ്യൻ്റെ പോരാ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഗ്രീഡും ഒരു യുദ്ധങ്ങളിലേക്ക് നയിക്കുമ്പോൾ അള്ളാഹു ഉൾക്കാഴ്ചയുള്ള നേതൃത്വം ലോകരാജ്യങ്ങൾക്ക് നൽകണേ പടച്ചവനെ. കാരുണ്യവാനെ അള്ളാഹു ഈ രാജ്യത്തിൻ്റെ ശില്പിയായ മഹാനായ ഷെയ്ഖ് സായിദ് റഹിമഹുല്ല, മഹാനായ എത്തിപ്പറ്റ ഉസ്താദൊക്കെ വരുമ്പോൾ ആ മഹാനെ സിയാറത്ത് ചെയ്ത് ഫാത്തിഹ ഓതി ദുആ ചെയ്യൽ നിർബന്ധമാണെന്ന് പറയാറുണ്ട്. അത്രയും വലിയൊരു മഹാനായിരുന്നു. അള്ളാഹുവെ അവരുടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. അതുപോലെ ഈ UAE സ്ഥാപകരായ ഷെയ്ഖ് റാഷിദ് റഹ്മഹുല്ല, ഷെയ്ഖ് മക്തൂം, അതുപോലെ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് റഹ്മഹുല്ല, നിൻ്റെ കരുണയിലേക്ക് നീങ്ങിയ സത്യസന്ധരും രാജ്യത്തിനും നാടിനുമൊക്കെ വലിയ ഉപകാരങ്ങൾ ചെയ്ത ആ അവരുടെ ബന്ധുക്കൾ അൽ ഉസറത്തുൽ ഹാക്കിമ അവരൊക്കെ അള്ളാഹു നിൻ്റെ റഹ്മത്തിലാക്കണേ പടച്ചവനെ. അള്ളാഹുവെ രാജ്യത്തിൻ്റെ ഭരണം കൈയാളുന്ന റഈസുദ്ദൗല അള്ളാഹുവെ ഹക്ക് കൊണ്ടവരെ നീ ശക്തിപ്പെടുത്തണേ തമ്പുരാനെ. റഹ്മുർ-റഹീമേ, ഈ രാജ്യത്തിൻ്റെ എല്ലാ നാനാ തുറകളിലും നിൻ്റെ റഹ്മത്ത് അള്ളാഹുവെ അണമുറിയാതെ നൽകണേ തമ്പുരാനെ. സമാധാനത്തിനും യുദ്ധമില്ലാതിരിക്കാനും അള്ളാഹു ഏതെല്ലാം പരിശ്രമങ്ങൾ ഏതെല്ലാം ഭാഗങ്ങളിൽ നടക്കുന്നുണ്ടോ പടച്ചവനെ ആ പരിശ്രമങ്ങളെ നീ വിജയിപ്പിക്കണമേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, അള്ളാഹുവെ ഞങ്ങളെയൊക്കെ നിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് നീ ഇഷ്ടപ്പെടുന്ന സമയത്ത് കലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ സ്വാലിഹീങ്ങളെ അരികത്ത് ചെന്ന് കിടക്കാനുമുള്ള ഭാഗ്യം അള്ളാഹുവെ നൽകണേ റഹ്മാനെ. അതിൻ്റെയൊക്കെ മുമ്പ് ഹജ്ജും ഉംറയും നിൻ്റെ പരിശുദ്ധ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറങ്ങുന്ന മദീനയിൽ അവിടെ ചെന്ന് അവിടത്തോട് സലാം പറയാനും സ്വലാത്ത് ചൊല്ലാനും ആ മസ്ജിദിൽ ഇബാദത്തിലിരിക്കാനും അള്ളാഹു ഞങ്ങൾക്ക് ഒരുപാട് തൗഫീഖ് നൽകണേ റബ്ബേ. നാളെ നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളുടെ കുടുംബത്തിൽ മരിച്ചുപോയ ഒരുപാട് ആളുകളുടെ ഖബറിടങ്ങളെ സ്വർഗ്ഗത്തോപ്പാക്കണേ പടച്ചവനെ. ഇവരെ ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞ ഒരുപാട് രോഗികൾ അവർക്കൊക്കെ നീ വളരെ പെട്ടെന്ന് അത്ഭുതകരമായി ശിഫ കൊടുക്കണേ റബ്ബേ. തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി പ്രയാസപ്പെട്ട സഹോദരിക്ക് റബ്ബേ നീ വളരെ പെട്ടെന്ന് ശിഫ കൊടുക്കണേ പടച്ചവനെ. റഹ്മുർ-റഹീം, നമ്മുടെ ശിഹാബുദ്ദീൻ ആനക്കര സാഹിബിൻ്റെ മാമന് ഹൈദർ സാഹിബിന് നീ ശിഫ കൊടുക്കണേ റബ്ബേ. ഇവിടെ ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞ വേറെയും ഒരുപാട് പേരെടുത്ത് പറഞ്ഞവർ അള്ളാഹുവെ അവരെല്ലാം നിനക്കറിയുമല്ലോ.
അള്ളാഹു എന്നിവർക്കൊക്കെ ശിഫ കൊടുക്കണേ അല്ലാഹ്, ശിഫ കൊടുക്കണേ റബ്ബേ. മാരക രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. ബിജാഹി വഹഖ് നബീക സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.